വചനം കേട്ടുവരുന്നു. ഇന്നും കർത്താവ് ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണാനും അനുഭവിക്കുവാനും ഒക്കെയും കർത്താവ് നമ്മളെ ഇന്ന് സഹായിക്കും. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനഭാഗം എന്താണെന്നുള്ളത് വചനഭാഗമാണ്, വചന ചിന്തയാണ്, ഭാഗമല്ല. ആരെങ്കിലും ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? വിശ്വാസം പോയി ദൈവസ്നേഹത്താലുള്ള വിശ്വാസം നമ്മൾ വിശ്വാസത്തിൻ്റെ 3-4 ദിവസം കേട്ടു. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ആദ്യ വിശ്വാസം നമുക്ക് കുറഞ്ഞു പോകുന്ന ഒരനുഭവമുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. വിശ്വാസത്തിൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. ഇപ്പം ഇന്ന് നിങ്ങൾ പല പ്രശ്നത്തിൻ്റെ അകത്ത് ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട്, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ആ വിഷയത്തിൻ്റെ അകത്ത് കർത്താവ് പ്രവർത്തിക്കും എന്ന് നമുക്കറിയാം. ബൈബിളിൽ വചനമുണ്ട്, അത് പ്രസംഗമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് എന്തുകൊണ്ടാണ് ധൈര്യപ്പെടാൻ കഴിയാത്തത്? നമുക്ക് എന്തുകൊണ്ടാണ് ആ ഒരു കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു കൺഫർമേഷൻ ലഭിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒന്നിനെപ്പറ്റി ടെൻഷൻ്റെ കാര്യം, നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് ദൈവത്തെ കാണാം, ദൂതന്മാരെ കാണാം, എല്ലാ ഫെസിലിറ്റി അവിടെയുണ്ട്. അപ്പം നമുക്ക് ഭാരമില്ല. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ അസാധ്യതകൾ നിറഞ്ഞ ലോകത്തിലായതുകൊണ്ടാണ് നമുക്ക് സങ്കടങ്ങൾ വരുന്നത്, പല പ്രശ്നങ്ങൾ വരുമ്പോൾ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിലുള്ള വചനത്തിൽ ഇപ്പോഴുള്ള സാഹചര്യത്തെ മൈൻഡ് ചെയ്യാതെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് തുടർച്ചയായിട്ട് കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. അപ്പോൾ ഓരോ ദിവസവും എന്താണ് സൗരി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാർജ് കുറയുന്ന ഒരു ബാറ്ററി പോലെ നമ്മുടെ വിശ്വാസം ഓരോ ദിവസവും ഉപയോഗിക്കുന്നതനുസരിച്ചും കുറയുക എന്നൊരാശയമല്ല ഞാൻ ഉദ്ദേശിച്ചു വരുന്നത്. നമുക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു, അബ്രഹാമിനെ യഥാർത്ഥത്തിൽ പിശാശാണോ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ കുറയ്ക്കാൻ നോക്കിയത്, അതോ മറ്റാരെങ്കിലും ആണോ? ഇന്നലെ കേട്ടത് വെച്ച് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അപ്പൊ സാറ എന്ത് ചെയ്തു? അബ്രഹാമിൻ്റെ വിശ്വാസത്തെ കുറയ്ക്കാനല്ല, നഷ്ടപ്പെടുത്താൻ വേണ്ടി നോക്കി. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചുറ്റുവട്ടം നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, പലതും ആക്റ്റീവാകും. അതുവരെ നിങ്ങളെ ഒന്നും ചെയ്യാത്ത ആൾക്കാർ, അതുവരെ നിങ്ങൾക്കെതിരെ ഒന്നും പറയാത്ത ആൾക്കാർ സംഘം കൂടുമ്പോൾ നിങ്ങൾ ഓർത്തോണം, പിശാചിന് കിട്ടിയ ഒരായുധമാണ് ആ വ്യക്തികൾ. അപ്പം നിങ്ങൾ ആ വ്യക്തിയെ കാണുമ്പോൾ അയാളോട് വൈരാഗ്യം വെക്കരുത്. ആ വ്യക്തിയല്ല, വ്യക്തിക്കകത്ത് നിന്നുകൊണ്ട് ആര് പ്രവർത്തിക്കുന്നതാണ്. ഉടനെ നിങ്ങൾ പറഞ്ഞോണം, ഏത് വ്യക്തി എനിക്ക് പ്രതികൂലമായാലും, എന്തെല്ലാം സാഹചര്യം പ്രതികൂലമായാലും എനിക്ക് ദൈവം അനുകൂലമായതുകൊണ്ട് പ്രതികൂലമായിട്ട് ആർക്കും നിൽക്കുവാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് കർത്താവിൻ്റെ വചനം നമുക്കൊന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ ഒരു യാത്ര, അല്ലെങ്കിൽ കാഴ്ചയാലല്ല, ഞാൻ വിശ്വാസത്താലാണ് പോകുന്നത് എന്ന് നമ്മൾ കേട്ടു. അപ്പോൾ നമ്മളിത് കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നമ്മൾ ഈ ഒരു വാക്ക് നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യമാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ശ്രദ്ധിച്ചോണം, യേശു ക്രിസ്തു ആ വാക്ക് കാര്യമാക്കിയില്ല. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, യേശു ക്രിസ്തു ആ വാക്ക് കാര്യമാക്കിയില്ല എന്ന് പറ. യേശു ക്രിസ്തു ഇനി എൻ്റെ ഒരു ചോദ്യം, എന്താണ് ഈ കാര്യമാക്കുക എന്ന് പറയുന്ന അർത്ഥം എന്തോ? ആ വാക്കിൻ്റെ ഒരു മലയാളം, നല്ലൊരു മലയാളം പറഞ്ഞു. ആ വാക്ക് കാര്യമാക്കിയില്ല എന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്തുവായിരിക്കും? അതായത് യേശു ആ വാക്കിനെ എന്ത് ചെയ്യുന്നില്ല? വില കൊടുക്കുന്നില്ല. അപ്പം എന്താണ് യേശു ക്രിസ്തു പല വാക്കുകളെയും വില കൊടുക്കാത്തത്? നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, നമ്മുടെ വിശ്വാസം ചലിക്കുന്നത്, വിശ്വാസം മുന്നോട്ട് പോകുന്നത് കേൾവിയാലാണ്.
ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത കണ്ടതും കേട്ടതും രുചിച്ചതും അറിഞ്ഞതുമൊക്കെയാണ് അവൻ്റെ വിശ്വാസം. ഇപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നാളെ രാവിലെ ഒരാൾ വന്നിട്ട് വിളിച്ചിട്ട് പറയുകയാണ്, വീടിൻ്റെ മുമ്പിൽ വലിയൊരു ഫ്ലൈറ്റ്, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറില്ല, നിങ്ങൾ ഉടനെ എന്ത് ചെയ്തിട്ടില്ല, ഉടനെ നിങ്ങൾ ചാടി എണീറ്റ് ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാറില്ല, ആ വാക്ക് നിങ്ങൾ ഏറ്റെടുക്കത്തില്ല, അല്ലേ? നിങ്ങൾ ആ വാക്ക് ഏറ്റെടുക്കത്തില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കും. എന്താ നമ്മളത് ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, അവിടെ ആ ഒരു വാക്ക് സംഭവിക്കാത്ത വാക്കാണ്. ഒരിക്കലും എന്ത് ചെയ്യില്ല, അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കത്തില്ല. അപ്പം നമുക്കൊരു മനസ്സുണ്ട്. ഒന്ന്, നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും തൊടുകയും രുചിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നൊരു സംഭവമാണ് കേൾവി. നമ്മൾ കേട്ടതൊക്കെ കാണാതെ വിശ്വസിക്കുന്ന ആളുകൾ നമ്മൾ കുറവാണ്, അല്ലേ? നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കണ്ടതും കേട്ടതും രുചിച്ചതും. കേൾക്കുന്നത് വളരെ റയറായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ മുറ്റത്തൊരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഉടനെ നിങ്ങളത് എന്ത് ചെയ്യാറില്ല, വിശ്വസിക്കാറില്ല. നിങ്ങൾ ഉടനെ അതിനെ തിരസ്കരിക്കാറുണ്ട്, അല്ലേ? അതേപോലെ തന്നെ ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നത്. അതായത് തൊടുക, രുചിക്കുക, സ്മെല്ല് ചെയ്യുക, ഈ ഒരു ബേസ് അല്ല, ഇത് മുഖാന്തരമല്ല ക്രിസ്തീയ അല്ലെങ്കിൽ ദൈവവിശ്വാസം നിങ്ങളിലേക്ക് വരുന്നത് കേൾവിയാലാണ്. എന്ത് കേൾക്കുന്നോ അതാണ് നിങ്ങളുടെ വിശ്വാസം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എന്ത് കേൾക്കുന്നോ അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറ. എന്ത് കേൾക്കുന്നോ അതാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇത് തന്നെയാണ് പിശാച് ഏറ്റവും കൂടുതൽ നമ്മളെ തെറ്റിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും ഈ സാത്താൻ ആരാധനയെ പറ്റി കേൾക്കുന്നതാണ് ഏറ്റവും വലിയ എന്താ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ സാത്താൻ്റെ ആരാധനയെ പറ്റി വലിയ വലിയ കാര്യങ്ങളെ കേൾക്കും. നമ്മൾ അങ്ങോട്ടൊന്നും ഞാൻ പോകരുത്തില്ല, അങ്ങോട്ടൊന്നും ഞാൻ ചിന്തിക്കത്തില്ല, അതൊന്നും ഞാൻ ഒരു കാരണം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഒരു കാരണം വെച്ചാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, അത് മൈൻഡ് ചെയ്യത്തില്ല. അതിൻ്റെ മൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും അതെല്ലാം പിശാചിൻ്റെ പരിപാടികളാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിശാച് നമ്മളെ തെറ്റിക്കുന്നത് തെറ്റായ വചന വ്യാഖ്യാനത്തിലൂടെയാണ്. തെറ്റായ വചന വ്യാഖ്യാനം നിങ്ങൾക്ക് കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ അകത്ത് കേൾക്കുന്നത് വിശ്വാസമായിട്ട് മാറും. കേൾക്കുന്നത് കൊണ്ടാണ് പറയുകയാണ്, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല, കർത്താവ് വാക്കിനെ ഇഗ്നോർ ചെയ്തു, അതിനെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ കർത്താവിന് മനസ്സിലായി, ഈ വാക്ക് ഞാൻ മൈൻഡ് ചെയ്താൽ ആ പള്ളിപ്രമാണിയുടെ മരിച്ചുപോയ മകള് എണീറ്റ് വരത്തില്ല. തൊട്ടുമുടുത്ത വാക്യം നോക്കിയ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. അപ്പോൾ യേശു ഏത് വാക്കാണ് കാര്യമാക്കാഞ്ഞത്? മരിച്ചുപോയി എന്ന് പറയുന്ന വാക്കിനെ യേശു എന്ത് ചെയ്തില്ല, കാര്യമാക്കിയില്ല, ഇഗ്നോർ ചെയ്ത്, അതിനെ മൈൻഡ് ചെയ്തില്ല. കാരണം അത് യേശു ക്രിസ്തു അംഗീകരിച്ചാൽ, ആ കേട്ടതിനെ ക്രിസ്തു പറയുക, ഓ മരിച്ചോ എന്ന് അംഗീകരിച്ചാൽ ഒരിക്കലും ക്രിസ്തുവിൽ ആ പള്ളിപ്രമാണിയുടെ മകള് ഉയർക്കുന്നത് കാണാൻ കഴിയത്തില്ല. പകരം ക്രിസ്തു പറയുകയാണ്, പള്ളിപ്രമാണിയോട് വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇനി എന്തായിരിക്കും ആ മനുഷ്യൻ വിശ്വസിക്കേണ്ടത്? മരിച്ച വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇനി എന്തുവാ പുള്ളി വിശ്വസിക്കേണ്ടത്? പറ. എന്റെ മകൾ മരിച്ചില്ല, മരിച്ചിട്ടില്ല, ജീവിക്കണം, ജീവിച്ചിരിക്കുന്നു. ദൈവത്താൽ അത് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന്. അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് നീ കേട്ടതിന്റെ ഓപ്പോസിറ്റ് ആണ് നീ വിശ്വസിക്കേണ്ടത്. അപ്പം നീ കേട്ടതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? യേശു പറഞ്ഞു, മരിച്ചു എന്നാ കേട്ടെങ്കിൽ ജീവിക്കും എന്നത് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അപ്പം ഇത് തമ്മിലുള്ള അന്തരം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ജീവിക്കുന്നത് ലോകത്തിലാണ്, നമ്മൾ ഈ ജീവിക്കുന്നത് ഭൂമിയിലായതുകൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൈവം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വാസം നമുക്ക് വേണം. ദൈവത്തിൻ്റെ വിശ്വാസം ലഭിച്ചവർക്ക് മാത്രമേ ഉള്ളൂ ദൈവം പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കുവാനും ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുവാനും കഴിയത്തുള്ളൂ. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാനിവിടെ നിന്ന് ഓരോ വാക്യങ്ങൾ വചനപ്രകാരം പറയുമ്പം നിങ്ങൾക്ക് പലപ്പോഴും ചിലർക്ക് നിങ്ങൾക്കുള്ളിൽ ഒരു തെറ്റിദ്ധാരണ പറയും, ബ്രദർ വായി വരുന്ന എല്ലാം വിളിച്ച് പറയുവാണോ? അല്ല,
ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ കയ്യിലെ ബൈബിൾ തുറക്കുക. ബൈബിളിൽ അങ്ങനെ തന്നെ ഒന്ന് ഈ 66 പുസ്തകങ്ങളാണ് ബൈബിൾ. ബാക്കിയെല്ലാം എഴുതി ചേർക്കപ്പെട്ടതാണ്, ചരിത്രത്തിലൂടെ എഴുതപ്പെട്ടതാണ്. 66 പുസ്തകമാണ് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ നമ്മുടെ വിശ്വാസമാണ്. പക്ഷേ തെറ്റായ വ്യാഖ്യാനം നിങ്ങളെ വിശ്വാസത്തിൽ തെറ്റിച്ച് കളയാൻ ഇടയുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ നോക്കി, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ്, യേശു ക്രിസ്തു നേരിട്ട് പറയുകയാണ്, ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിക്കുവിൻ. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോ ഉള്ളതുകൂടെ എടുത്തു കളയും. അപ്പോൾ ആദ്യം നമ്മൾ കേട്ടത് എന്താണ്? യേശു ആദ്യം വാക്ക് കാര്യമാക്കിയില്ല. രണ്ടാമത് പറയാണ്, നിങ്ങൾ കേൾക്കുന്നത് സൂക്ഷിക്കണം. എൻ്റെ കൂടെ പറഞ്ഞ്, കേൾക്കുന്നത് എന്ത് ചെയ്യണം? സൂക്ഷിക്കണമെന്ന് പറ. ഇതാര് പറഞ്ഞതാ? അപ്പൊ കർത്താവ് തന്നെ പറയുകയാണ്, ബൈബിളിൽ നിന്ന് കേൾക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് കർത്താവ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവിടെയൊക്കെയോ നിങ്ങൾക്ക് ട്രാപ്പ് വരാൻ സാധ്യതയുണ്ട്, കുരുക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം തെറ്റായ വ്യാഖ്യാനം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അപകടം നിങ്ങൾ ക്ഷണിച്ചു വരുത്തും. അപകടം മറ്റൊന്നുമല്ല, നിങ്ങളുടെ വിശ്വാസത്തെ അപകടപ്പെടുത്തും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ അടിസ്ഥാനം. ഇത് ഇളകിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ വിശ്വാസം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യുവാൻ അവിടെ കഴിയത്തില്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്, കേൾക്കുന്നത് സൂക്ഷിക്കുക. അപ്പോൾ കേൾക്കുന്നത് സൂക്ഷിക്കുക. ഒരു സ്ഥലത്ത് അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ തുടക്കത്തിൽ വായിച്ച മാർക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്നൊരു വാക്കുകൊണ്ട്, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, ആ മനുഷ്യനോട് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് ഈ ഒരു വചനപ്രകാരം നീ കേൾക്കുന്നത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അപകടം പിടിച്ച വാക്ക് ഏതായിരിക്കും ആ വ്യക്തി കേട്ടത്? ഒന്ന് പറഞ്ഞേ. അപ്പൊ ശ്രദ്ധിച്ചോണം, അതുമായിട്ട് എന്താ ഇതിന് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തി കണ്ടതും കേട്ടതുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിൽ എന്ത് കണ്ടോ, എന്ത് കേട്ടോ, എന്ത് അറിഞ്ഞോ, ആ ബാല്യക്കാരൻ വന്നിട്ട് ഈ പള്ളിപ്രമാണിയോട് പറയുകയാണ്, നിന്റെ മകൾ മരിച്ചു, ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ തൊട്ടു. അവൾക്ക് ശ്വാസമില്ല, അവൾ കണ്ണടച്ചു, അവൾക്ക് അനക്കമില്ല, ഞാൻ ഉറപ്പിച്ചു. ഇത് കണ്ടും കേട്ടും വന്ന വ്യക്തി എന്ത് ചെയ്തു? ഈ ഭൂമിയിലെ സിറ്റുവേഷൻ കണ്ടും കേട്ടും വന്ന വ്യക്തി പറയുന്നത് കേട്ടു. അപ്പോൾ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു? അപ്പോൾ ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധം? ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം ഇതേപോലെയാണ്. ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം അതിൻ്റെ അകത്ത് നമുക്ക് കലർപ്പ് ചേർക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ സാഹചര്യം എന്തും ആയിക്കോട്ടെ, നിങ്ങളിനി ഭയങ്കര വിഷയത്തിൻ്റെ അകത്തിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്ക് വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ ആ വിഷയത്തെപ്പറ്റി കേൾക്കും തോറും നിങ്ങളുടെ അകത്ത് ഭാരം വർദ്ധിക്കുമ്പം അതിൻ്റെ അർത്ഥം ഇനി അത് കേൾക്കാൻ വേണ്ടി പോകരുത്. അപ്പോൾ പറയുന്നത്, ഞാനിത് കേൾക്കാൻ വേണ്ടി പോകുന്നില്ല, പക്ഷെ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ കേൾക്കുമല്ലേ. ഇപ്പം നിങ്ങൾക്ക് ചിലർ പറയത്തില്ല, എനിക്കത് കേൾക്കാൻ പോലും താല്പര്യമില്ല. ചിലർ പറയത്തില്ല, എനിക്കത് കേൾക്കാൻ പോലും താല്പര്യമില്ല, നമുക്ക് ഈ സംസാരം നിർത്താം. ചിലർ പറയത്തില്ല, നമുക്ക് ഈ സംസാരം നിർത്താം. അപ്പോൾ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിനോ ശരീരത്തിനോ ഗുണം കിട്ടുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഈ സംസാരം നിർത്താം, ഗുണമില്ല. അപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ഗുണമുള്ള സംസാരം അപ്പോൾ എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കി, അകൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിക്കണം. അപ്പോൾ വചനം ശ്രദ്ധിച്ചോണം, ദൈവവചനത്തിൽ എന്തു പറയുന്നു അതിൽ കലർപ്പില്ല, അത് സംഭവിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ്, പള്ളിപ്രമാണിയോട് നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. അപ്പോൾ എന്ത് വിശ്വസിക്കണം? ഞാൻ പറയാൻ പോകുന്നു, ഞാൻ എന്താണോ നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നത് അത് നീ വിശ്വസിക്കണം. ഇനി നിനക്ക് വിശ്വസിക്കുക. അപ്പോൾ പള്ളിപ്രമാണി ചിന്തിക്കും, ഇനി എന്ത് ഞാൻ വിശ്വസിക്കാനാ? ഇനി ഒറ്റ വിശ്വാസമേ ആ മനുഷ്യനുള്ളൂ, ഇനി ആ കുഞ്ഞ് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് യേശുവോടെ പറയുന്നത്. അപ്പോൾ ആ പിതാവിൻ്റെ മനസ്സിൻ്റെ അകത്തൊരു മല്ലയുദ്ധം നടക്കുവാണ്. എങ്ങനെ ഞാൻ വിശ്വസിക്കും? എൻ്റെ ബാല്യക്കാരൻ വന്ന് പറയുമ്പോൾ അവൻ കള്ളത്തരം പറയത്തില്ല. അവൻ വന്നിട്ട് പറഞ്ഞത് എൻ്റെ മകൾ മരിച്ചു പോയെന്ന് തന്നെയാണ്. അവൻ്റെ ആ ചെവിക്കകത്തോട്ട് ആ വാക്ക് വന്നപ്പോൾ തന്നെ ഹൃദയം തകർന്നു പോയി കാണും, അവൻ്റെ മനസ്സും ശരീരവും തളർന്നു പോയി കാണും. ഇങ്ങനെ ഇരിക്കുന്നവനോട് യേശു പറയുകയാണ്, എന്താ പറഞ്ഞത്? നീ വിശ്വസിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? നീ വിശ്വസിക്കേണ്ടത് ഇപ്പോൾ നീ കേട്ടത് നിൻ്റെ മുമ്പിൽ നിന്നും മാറിപ്പോകാൻ വേണ്ടി പോവാണ്. ഉടനെ വേണമെങ്കിൽ പള്ളിപ്രമാണിക്ക് പറയാൻ പറ്റത്തില്ല, എനിക്ക് യേശുവും വേണ്ട, ഒന്നും വേണ്ട, കെട്ടിടത്തോളമൊക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പോയില്ല. പുള്ളി യേശുവിൻ്റെ അടുക്കൽ തന്നെ നിന്നു.
അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ആ വ്യക്തിക്കകത്ത് യേശുവിൻ്റെ വാക്കിനെ അംഗീകരിക്കുന്നു. എൻ്റെ ബാല്യക്കാരൻ വന്ന് പറഞ്ഞ വാക്കിനെ ഞാൻ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്നു. ഇവിടെ അതാ സംഭവിച്ചത്. അപ്പോൾ ഒരു വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ അവിശ്വസിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഒരു കൊച്ചു മരിച്ച അപ്പൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടണ്ടേ? അയ്യോ എൻ്റെ കൊച്ചു മരിച്ചുപോയി. സ്നേഹമുള്ളൊരു പിതാവായിട്ടല്ലേ ഇത്രയും ജനക്കൂട്ടത്തിന് നടുവിലും യേശുക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ബഹളം വെച്ചത്? സ്നേഹമുള്ള അപ്പനല്ലേ? അപ്പം ഈ പിതാവ് സ്വന്തം മകള് മരിച്ചുപോയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അയാൾ അവിടെ നിന്ന് ഓടത്തില്ലേ? അല്ല, അയാൾക്ക് അറ്റാക്ക് വരത്തില്ലേ? അയാൾ അവിടെ കിടന്ന് യേശുവിനെ കുറ്റം പറത്തില്ലേ? കർത്താവ് ഇത്രയും നേരം ഞാൻ വിളിച്ചിട്ട് ഒരു മൈൻഡ് എനിക്ക് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പരാതിപ്പെടാം. പക്ഷെ എന്ത് ചെയ്തില്ല? അവിടെ പരാതിപ്പെട്ടില്ല. പകരം എന്ത് ചെയ്തു? അവിടെ യേശുവിനെ അനുസരിച്ചു. അപ്പോൾ യേശുവിനെ അനുസരിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നറിയാവോ? നിങ്ങൾ നിങ്ങളുടെ വിഷയത്തെ അവിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ വിഷയത്തെ, സാഹചര്യത്തെ അവിശ്വസിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ ഞാൻ പറയുക നിങ്ങളോട്, നിങ്ങളുടെ വിഷയം എത്ര ഭയങ്കരമായിക്കോട്ടെ, നിങ്ങളതിനെ വിശ്വസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? നിങ്ങൾ യേശുവിനോട് അനുസരണക്കേട് കാണിക്കുന്നു. അപ്പൻ മകള് മരിച്ചുപോയ ഒരു പിതാവിൻ്റെ അത്ര ഒന്നും വേദന നമുക്കിപ്പോൾ ഇല്ല, അല്ലേ? നമുക്ക് അത്രയും വലിയ പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബ്രദറെ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ ഇതെല്ലാം കേൾക്കാൻ നല്ല രസമാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ചോദ്യം നമുക്ക് നേരെ പരിചിതമായ വാക്യമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നോക്കിയേ, അവരെ പോലെ നാം ഒരു സ്വദ്വർത്തമാനം കേട്ടവർ ആകുന്നു. കേട്ട് നോക്കിയേ, കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പം ആർക്കാണ് വചനം ഉപകാരപ്പെടാത്തത്? കേട്ടവർ വിശ്വാസമാക്കി അതിനെ മാറ്റിയില്ല. അവർക്കത് വിശ്വാസമായി മാറിയില്ല. നമുക്കറിയാം ആരെ പറ്റിയാണ് പറഞ്ഞേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കേട്ട അവർക്ക് എന്ത് ചെയ്തില്ല? വിശ്വാസമായി വരുന്നില്ല. അതിൻ്റെ കാരണം അവർ കേട്ടത് മുഴുവനും ദൈവത്തിൻ്റെ വചനം മാത്രമല്ല, അവർ കേട്ടത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട മുഴുവൻ നമുക്കറിയാം മരുഭൂമിയിലെ പ്രശ്നങ്ങളാണ് അവരുടെ പ്രശ്നങ്ങൾ. മരുഭൂമി വെള്ളമില്ല, ഉടനെ അത് പറയാൻ തുടങ്ങി. മരുഭൂമിയിൽ കയ്പ് വന്ന മാറ, അത് പറയാൻ തുടങ്ങി. മരുഭൂമിയിൽ വെച്ച് അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട കാലത്തിൽ അവർ ജീവിച്ചിരുന്ന ഫറവോൻ്റെ ഇറച്ചിക്കലത്തെപ്പറ്റി അവർ പറയാൻ തുടങ്ങി. അടിമ നുഖത്തെപ്പറ്റി പറയാൻ തുടങ്ങി. ഞങ്ങൾക്ക് അവിടെ കിടന്നാൽ മതിയായിരുന്നു, അവിടെ കിടന്ന് മരിച്ചാൽ മതിയായിരുന്നു, നമുക്ക് മിസ്രൈമിൽ ശവക്കല്ലർ ഇല്ലാഞ്ഞോണ്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത് എന്ന് വരെ അവർ പല ആവർത്തി പറഞ്ഞു. അവർ പറഞ്ഞത് മൊത്തം വചനമല്ല, അവർ വചനത്തേക്കാൾ ഉപരി അവർ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ അവരുടെ പ്രസന്റ് സിറ്റുവേഷനെ അവർ പറയാൻ തുടങ്ങി. പ്രസന്റ് സിറ്റുവേഷൻ, അവർ അനുഭവിക്കുന്ന വേദനകളെ പ്രശ്നങ്ങളെയും അവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ട വചനം അവർക്ക് ഉപകാരപ്പെട്ടില്ല. എന്തുകൊണ്ട് ഉപകാരപ്പെട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് വിശ്വാസമായി മാറുന്നില്ല. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ വാക്യം നോക്കിയാൽ നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ കേൾക്കുന്നതിൻ്റെ അകത്തൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു വചനം നിങ്ങൾ കേൾക്കുക. ഉദാഹരണം പറയാം, ഏതെങ്കിലും ഒരു വാക്യം എന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരു വാക്യം, ഒരു കേട്ട വചനം എന്ന് പറ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനായി തീരും. അപ്പം നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചോണം. ഈ വചനത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടതുണ്ട്. ശക്തിയാണോ? ഉണ്ട്. ബുദ്ധിയാണോ? ഉണ്ട്. കഴിവാണോ? ഉണ്ട്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിലതുണ്ട്. നമ്മളിപ്പം ഈ ചില ഫുഡ് മേടിക്കുന്ന സമയത്ത് ചിലരിങ്ങനെ പറയാറില്ല, നമ്മൾ ഈ പ്രോട്ടീൻ ഫുഡ് ചിക്കൻ, ചില പറയാറില്ല ചിക്കൻ്റെ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടപ്പോഴേക്കും സോയാബീൻ എന്ന് പറഞ്ഞ ഒരു സംഭവം, അതിൻ്റെ അകത്ത് ഹൈ പ്രോട്ടീൻ ഉണ്ട്. പക്ഷെ നമുക്ക് നോക്കിയാൽ വല്ല പ്രോട്ടീൻ കാണാൻ പറ്റുമോ? നമുക്ക് നോക്കുമ്പോൾ ഈ ബോൾ പോലത്തിരിക്കുന്ന ഒരു സോയാബീൻ അല്ലാതെ വേറെ ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷെ അതിൻ്റെ അകത്ത് വലിയ പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫ്രൂട്ട്സിലും, ഇപ്പോൾ ഓറഞ്ച് എടുത്താൽ അതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ടല്ലേ, വിറ്റാമിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് ഒട്ടൊന്ന് കണ്ണുകൊണ്ട് നോക്കിയാൽ ഈ വിറ്റാമിൻ സിയോ അതും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾ പറ, കണ്ണുകൊണ്ട് നോക്കിയാൽ ഓറഞ്ചിൻ്റെ അകത്തിരിക്കുന്ന വിറ്റാമിൻസ് വല്ലതും കാണാൻ പറ്റുമോ? ഇല്ല. ഇതൊന്നും കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റത്ത്. ഇത് ഗുണം എപ്പോഴാന്ന് വെച്ചാൽ ആരാണോ ഇത് ഭക്ഷിക്കുന്നത് അവർക്കിത് അനുഭവിക്കാൻ പറ്റും.
ഇതേപോലെയാ ദൈവത്തിൻ്റെ വചനം. നിങ്ങൾ ചിന്തിക്കും രണ്ട് വാക്കല്ലേ ബ്രദറെ, ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ ഈ ബൈബിളിൻ്റെ അകത്തിരിക്കുന്ന അക്ഷരങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ പറ്റും? ഇല്ല, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മറുപടി ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഈ മറുപടി ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം ഓർത്തുകൊണ്ടിരുന്നത് ദൈവം പറഞ്ഞൊരു വാക്ക് മോശയുടെ വായിൽ എപ്പോഴും ഉണ്ട്. എന്നാ വാക്ക്? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ദൈവം നിനക്ക് തരും. മോശ എപ്പോൾ വാ തുറന്നാലും ഇത് മാത്രമേ പറയത്തുള്ളൂ. മോശെ, ഇന്ന് നമ്മളെങ്ങനെ കഞ്ഞി കുടിക്കും? ദൈവം ഒരുക്കും. ഇന്ന് നമ്മൾ എങ്ങനെ ചെങ്കടൽ കിടക്കും? ദൈവം ഒരുക്കും. മോശ കുറേ വാക്കുകൾ പറഞ്ഞപ്പം ഇവർ ഓർത്തുകൊണ്ടിരുന്നത് മോശ കടന്നിങ്ങനെ പ്രസംഗിച്ചാൽ, അല്ലെങ്കിൽ ബ്രദർ കടന്നിങ്ങനെ പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് എന്താ ഗുണം? ഈ കേൾക്കുന്ന വചനത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടത് ഇരിപ്പുണ്ട്. നിങ്ങൾ ആമേൻ പറയുമ്പോൾ, ആ വചനം ഏറ്റെടുക്കുമ്പോൾ, ആ വചനം വിശ്വസിക്കുമ്പോൾ, ആ വചനത്തിൻ്റെ അകത്തിരിക്കുന്ന മുഴുവൻ ബ്ലെസ്സിങ്ങുകളും നിങ്ങളുടെ മേലേക്ക് വെളിപ്പെട്ടു വരും. എന്താ ഇവിടെ തടസ്സം? നമുക്കിനി ആ പള്ളിപ്രമാണിയുടെ അടുത്തിലേക്കൊന്ന് പോകാം. ഇവിടെ തടസ്സം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മർക്കോസിൻ്റെ സുവിശേഷം നോക്കിയേ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 35-ാം വാക്യത്തിൽ, പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നും ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. എന്നിട്ട് പറയണം, പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പത്രോസും യാക്കോബും യോഹന്നാനും അല്ലാതെ മറ്റൊരു തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറേ ആരവാരത്തെയും വളരെ കരയുന്ന ആളുകൾ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, പള്ളിപ്രമാണി ഒറ്റ ഓട്ടം അവിടെ നിന്ന് ഓടിയിരുന്നെങ്കിൽ യേശു എങ്ങനെ വീട് കണ്ടുപിടിക്കും? അപ്പം പുള്ളി ഓടിയിട്ടില്ല. പുള്ളി യേശുവിൻ്റെ കൂടെ തന്നെ നിന്നു. ഞാൻ ചോദിച്ചോട്ടെ സഹോദര, സ്വന്തം കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നത്? ചോദിക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വെച്ചാൽ സ്വന്തം മകൾ, തനിക്ക് വേറെ ഒരു പരിപാടി, ഇപ്പോഴാണ് തനിക്ക് പ്രാർത്ഥന. സ്വന്തം മകൾ മരിച്ചു കിടക്കുമ്പോഴാണോ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുന്നത്? വീട്ടിലോട്ട് ചെല്ല്, ആംബുലൻസുകാരെ വിളിക്ക്, അടുത്ത പന്തൽ കെട്ട്, പള്ളിയിൽ ചെല്ല്, അവിടെ പുരോഹിതനെ ഒരുക്ക്. ഇതൊക്കെ ചെയ്യാൻ എന്തോരം കാര്യങ്ങൾ ഇനി കിടക്കുക. സ്വന്തം ഭാര്യയെ ആശ്വസിപ്പിക്കുക. നാലിച്ചു നോക്കി, മകൾ മരിച്ച വിവരം അറിഞ്ഞ് ഭാര്യയുണ്ട് അവിടെ, ചിലപ്പോൾ സഹോദരങ്ങളുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല ആ മകൾക്ക്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ യേശുവിൻ്റെ പുറകെ പിന്നെ നിൽക്കുക. എന്തിനാ യേശുവിൻ്റെ പുറകെ നിൽക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ. യേശു ഒരു വാക്ക് പറഞ്ഞു. യേശു രണ്ട് കാര്യം ചെയ്തു. ഒന്ന്, യേശു ആ വാക്ക് കേട്ടപ്പോൾ ഒയ്യോ നിൻ്റെ മോള് മരിച്ചോ എന്ന് ചോദിച്ചില്ല. ഒയ്യോ അത് പറ്റിപ്പോലെ, ക്ഷമിക്കണമെന്ന് യേശു പറഞ്ഞാൽ യേശു ആ വാക്കിനെ മൈൻഡ് ചെയ്തില്ല. കൊച്ചു മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ യേശു ചോദിച്ചോണം എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചു കാണും. കൊച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ യേശു ചോദിച്ചു കാണും, കൊച്ച് നമുക്ക് അത്ഭുതം നടക്കാൻ വേണ്ടി പോവാം എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അത് യേശു ആ വാക്കിനെ മൈൻഡ് ചെയ്യുന്നില്ല, സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ വലുതല്ലെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ അനുഭവിക്കുന്ന വേദന വലുതല്ലെന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് വലിപ്പമില്ലെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ എപ്പോൾ വചനം കേട്ടോ ആ നിമിഷം മുതൽ ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ള സകല വാതിലും തുറന്നു എന്ന അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വഴിയെ മുറുക്കെ പിടിക്കണം. പള്ളിപ്രമാണിക്ക് വീട്ടിൽ പോകാൻ മേലെ, പുള്ളി പോകത്തില്ല. അദ്ദേഹം പറയില്ല, യേശു എന്നോടൊരു വാക്ക് പറഞ്ഞു, വിശ്വസിക്കുക മാത്രം. ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാം ഈ യേശു ക്രിസ്തുവിൻ്റെ കപ്പാസിറ്റി എനിക്കറിയത്തില്ല, യേശു ക്രിസ്തു എന്ത് ചെയ്യാൻ പോകുന്നു എനിക്കറിയത്തില്ല. പക്ഷേ ഇനി എനിക്ക് വിശ്വസിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. കാര്യം മകൾക്ക് പനിയല്ല, തലവേദനയല്ല, രോഗമല്ല, ക്യാൻസർ അല്ല, ട്യൂമറല്ല, അവൾ മരിച്ചുപോയ ഒരു കുട്ടിക്ക് വേണ്ടി ഇനി ആ പിതാവ് എന്താ വിശ്വസിക്കേണ്ടത്? പറ. മരിച്ചുപോയ കുട്ടിക്ക് വേണ്ടി ഇനി ആ പിതാവ് എന്താ വിശ്വസിക്കേണ്ടത്? ഭയപ്പെടേണ്ട, കുഞ്ഞുറങ്ങുകയാണ്. അല്ല, എന്താ വിശ്വസിക്കേണ്ടത്? ജീവിക്കും. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇതാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സഹോദരി, സാരമില്ലെന്ന് പറയാൻ എല്ലാവരെ കൊണ്ട് പറ്റും, അറിയാവോ? നിങ്ങളിപ്പോൾ വലിയ പ്രശ്നത്തിരിക്കും ഞാൻ പറയാം, സാരമില്ല സഹോദരി, കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ട്, പോട്ടെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമല്ലോ. ഇതെല്ലാവർക്കും പറ്റും. പക്ഷേ ആശയ്ക്ക് വിരോധമായിട്ട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും നീ അത്ഭുതം കാണുമെന്ന് പറയാൻ പറ്റണമെങ്കിൽ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട വ്യക്തിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാത്തവരെല്ലാം ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നത് സൂക്ഷിക്കണം. നമ്മൾ കേൾക്കുന്ന ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, പല പ്രസംഗങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ അവരെയൊന്നും വിമർശിക്കാനല്ല ഇതിപ്പോൾ എടുക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മളെ പലപ്പോഴും ഇതേപോലെ പള്ളിപ്രമാണിയുടെ മരണ വീട്ടിലേക്ക് കൊണ്ടുപോവുക നമ്മളെ.
ഒന്ന് ആലോചിച്ച് നോക്കി, ആ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആ മനുഷ്യൻ വന്നിട്ട് പറയും നിന്റെ കൊച്ചു മരിച്ചു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അവൻ്റെ കൂടെ തിരിച്ച് ഓടേണ്ട ആളാ അല്ലേ? നിങ്ങൾ പറ. അങ്ങനെ ഓടിയിരുന്നെങ്കിൽ ആ വീട് മരണവീടെന്നറിയപ്പെടും. 14 വയസ്സുള്ള 15 വയസ്സുള്ള കൊച്ചു മരിച്ച വീട് ഒരു ഫോട്ടോയൊക്കെ തൂക്കി ഇങ്ങനെ ഇരുന്നേനെ. പക്ഷെ പുള്ളി ഓടിയില്ല. അവൻ ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിച്ചു. സകലതും പ്രതികൂലമാകുമ്പോഴും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചു. അതിൽ നിന്നു. അതിൽ നിൽക്കുക എന്ന് പറയുന്നതിന് എങ്ങനെ നമുക്കതിൽ നിലനിൽക്കാൻ പറ്റും? അത് കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രധാന ഘടകം. കേൾക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ പിറുപിറുപ്പുള്ള ജനമെന്നാണ് പറഞ്ഞത്. പിറുപിറുക്കുന്ന ജനം, ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നത്. അപ്പോൾ ഒരു പ്രസംഗം ഇപ്പോൾ ഞാനിപ്പോൾ സുവിശേഷം പറയാം, നിങ്ങളോട് പറയാം, സൗരി കർത്താവ് അത്ഭുതം ചെയ്യും, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. വേറൊരാൾ വന്നിട്ട് പറയുവാണേ ഈ വചനമൊന്നും പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, വേറൊരു പ്രസംഗം നിങ്ങൾ കേട്ടെന്നിരിക്കട്ടെ. നിങ്ങൾ വേറെ ഏതെങ്കിലും കേട്ട ഒരു പ്രസംഗം ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞ്, ഈ കേട്ടതല്ലാതെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കേട്ടവരൊന്ന് പറഞ്ഞ്. ഒന്ന് പറഞ്ഞു. നിലവിളിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക. അപ്പം എല്ലാം എനിക്ക് വന്ന് ഇത് കഴിഞ്ഞിട്ട് ആൾക്കാർ വേറെ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പം നിലവിളിച്ച് കേൾക്കുക, ഞാൻ വെറുതെ പറഞ്ഞ നിലവിളിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെ പ്രാർത്ഥിക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം എന്താ അവിടെ സംഭവിക്കുന്നത്? കേൾക്കുന്നത് സൂക്ഷിക്കുക. നിങ്ങൾ ഈ വചനം കർത്താവിൽ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. ഇപ്പം ഞാൻ ചില വിഷയത്തിൻ്റെ അകത്ത് വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് എന്നെ സാഹചര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ആ സാഹചര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ പിശാച് ജയിക്കുന്നു. മനസ്സിലായോ? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം പാട്ടും ഭയങ്കര പാട്ടൊക്കെ, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലെ കാണത്തില്ല, ഇന്ന് കണ്ട കഷ്ടം ഇനി മേലാൽ വരികയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, വലിയ പാട്ടൊക്കെ പാടി തമ്പേറെ കൂട്ടി വലിയ ആലോലിയൊക്കെ പറഞ്ഞ് ചെങ്കടലിൽ അവിടെ എത്തിയപ്പോഴേക്കും ദേ നിൽക്കുന്നു വലിയ പ്രശ്നം. ഉടനെ അത്രയും നേരം പാട്ട് പാടിയിട്ട് പറയും, എൻ്റെ കർത്താവേ, എൻ്റെ മോശെ, ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. കണ്ടോ, ഇത്രയും നേരം പാടിയത് എന്തുവാ? ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലാ കാണത്തില്ലെന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടി ഇറങ്ങി തിരിച്ചതാണ്. പക്ഷെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം പറഞ്ഞ പാലും തേനും ഒന്നും അല്ല പറയുന്നത്, പാലും തേനും ഒഴുകുന്ന ദേശമൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫറവോൻ്റെ മസിലിനെ പറ്റിയാണ്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നറിയാവോ? കേട്ട കാര്യം നിങ്ങളിൽ വിശ്വാസമായി മാറാതെ പകരം വിശ്വാസത്തെ എതിർക്കുന്നവരാക്കി നിങ്ങളെ മാറ്റും. വിശ്വാസത്തെ എതിർക്കുന്നവരായാൽ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ വിശ്വാസമായി കൺവേർട്ട് ആകാത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഓറഞ്ച് മേടിച്ചിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് നിങ്ങൾ വായിലൂടെ ചവച്ചരച്ച് നിങ്ങളുടെ വയറ്റിൽ ചെന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന വിറ്റാമിൻ സിയും അതും ഇതുമൊക്കെ നിങ്ങൾക്ക് ഗുണമായി തീരത്തുള്ളൂ അല്ലേ? ആ ഓറഞ്ച് കടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ, നിങ്ങളുടെ മേശപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന മിനറൽസും, ഞാൻ പറയാം, ഞാനൊരു 10 ഓറഞ്ച് എല്ലാ ദിവസവും മേടിച്ച് എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് വിറ്റാമിൻ സിയും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല ഗുണമുണ്ടോ? അത് മേടിച്ച് ഭക്ഷിക്കണം. ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അതേ വചനത്തിൻ്റെ വിപരീതമായതിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് യോശുവയ്ക്ക് ഒരു കാര്യം പിടികിട്ടി, ഇവരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ ഗതി എവിടെയാണ്? മരുഭൂമിയിലെ സർപ്പത്തിൻ്റെ കടിയേറ്റ് ഞാനും തീരും. എനിക്ക് നടക്കേണ്ടത് 24 മണിക്കൂർ വാ തുറന്നാൽ പാലും തേനും ഒഴുകുന്ന കനാനെപ്പറ്റി പറയുന്ന മോശയുമായിട്ട് അവൻ ചേർന്ന് നിന്നു. കണ്ടോ, മോശയോട് ചേർന്ന് നിന്നു. മോശ വാ തുറന്നാൽ മൊത്തം പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കാണാം. കാരണം വെച്ചാൽ മോശയ്ക്ക് വേറെ ഒന്നും പറയാനില്ല. കാര്യം മോശ വരുന്ന ആൾക്കാരോടെല്ലാം പറയുന്നത് എന്തുവാ? കാര്യം ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇല്ല, കനാൻ്റെ ഫോട്ടോ ഇല്ല, പാലും തേനൊഴുകുന്നതിൻ്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല. ദൈവം പറഞ്ഞതിനെ കാണിക്കാൻ ഒന്നുമില്ല, ആകെ കേട്ടത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഈ കേട്ടത് പറയുന്നവൻ്റെ കൂടെ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? കേട്ടവനും പറഞ്ഞവനും, അതായത് കേട്ടവൻ വാക്തത്വം അവകാശമാക്കുവാൻ ഇടയായി തീർന്നു. പിറുപിറുക്കുന്നവനെ എതിർക്കണം. ശ്രദ്ധിച്ചോണം, പിറുപിറുക്കുക എന്ന് പറഞ്ഞാൽ വചനവിരുദ്ധമായി കേൾക്കുന്നതിനൊന്നും കൈയടിക്കുക. ചിലരുണ്ട് എന്ത് കേട്ടാലും ആലേലിയ പറയുന്നത് എനിക്കറിയാം, എന്ത് കേട്ടാലും ആമേൻ പറയും. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഒരാമേനല്ലേ ബ്രദറെ, ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയെന്നാ, ഞാൻ ആ പറഞ്ഞതിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന ആമേൻ എന്ന ഒറ്റ വാക്കുകൊണ്ട് ആ പറഞ്ഞത് മൊത്തം അകത്തോട്ട് കയറിയിരിക്കും. ശ്രദ്ധിച്ചോണം, വളരെ സൂക്ഷിക്കണം ആമേൻ എന്നുള്ള വാക്കിൻ്റെയൊക്കെ അർത്ഥവും.
നമ്മളെന്തെങ്കിലും വെറുതെ ഒരു ആമയല്ല, അല്ല ആമേന് വരെ ശക്തി കൊണ്ട് അറിയാവോ. യേശു പറഞ്ഞു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ അർത്ഥം സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു. അതിന് വലിയ പവറുണ്ട്. ആമേൻ എന്ന ഒറ്റ വാക്കിന് വലിയ ശക്തി. ഞാൻ ഒരു ദിവസം ആ ആമേൻ എന്നുള്ള വാക്ക് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പവർ എന്നാന്നുള്ളത് ആമേൻ എന്ന വാക്കിൻ്റെ. സ്തോത്രം എന്ന വാക്കിന് ശക്തിയുണ്ട്. ഹാലേലൂയ എന്ന് പറയുന്ന വാക്കിന് വരെ ശക്തിയുണ്ട്, അറിയാവോ. ഇതിനെല്ലാം ഈ വാക്കിനൊക്കെ ശക്തിയുള്ള വാക്കുകളാണ്. ഒരു വചനത്തെ നിങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ശക്തിയുണ്ട് ആമേൻ എന്ന വാക്കിന്. നിങ്ങൾ കേൾക്കുന്ന ഏത് വചനത്തെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കാൻ അതിന് ശക്തിയുണ്ട്. അപ്പോൾ കാണുന്ന എല്ലായിടത്തും പോയി നമ്മൾ ആമേൻ പറയുമ്പോൾ നിങ്ങൾ അതിനെല്ലാം വലിച്ചെടുക്കുകയാണ്. ഇപ്പം നോക്കി, പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നപ്പം ആരവാരത്തെയും കരയുന്നവരെയും വിലപിക്കുന്നവരെയും കണ്ടു അകത്ത് കടന്നു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്ര. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളോട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ ചെറുതാണെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. ഇനി മുതൽ എൻ്റെ പ്രശ്നം ഞാൻ ഇനി പറയത്തില്ല. എൻ്റെ കൂടെ ഒന്ന് പറയാൻ അങ്ങനെ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? എൻ്റെ വിഷയം ഞാൻ ഇനി പറയത്തില്ലെന്ന് പറ. എന്റെ വിഷയം ഞാൻ പറയത്തില്ല. എന്റെ വിഷയം ഞാൻ പറയത്തില്ല. ഇനി ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എളുപ്പ വഴി പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഇന്നലെ കേട്ട വചനം വ്യക്തമായിട്ട് ഒന്നുകൂടെ കേട്ടിട്ട് നിങ്ങൾ ഇത് കേൾക്കാവുള്ളൂ. ഇന്നലെ യൂട്യൂബിൽ കേട്ട വചനം ഇന്നലെ ഇട്ടിട്ടുണ്ട് ആ വചനം. അത് കേട്ടതിൻ്റെ കണ്ടിന്യൂറ്റിയാണിത്. അത് കേട്ടെങ്കിൽ ഇത് കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ. ഇനി ഞാൻ പറയാം. അപ്പോൾ ബ്രദറെ, ഞാൻ എൻ്റെ വിഷയം പറയുന്നതുകൊണ്ട് ദൈവത്തിന് എന്നാ കുഴപ്പം? ഞാൻ എൻ്റെ വിഷയം പറയുന്നത് കൊണ്ട് ഞാൻ ചോട്ടെ ബ്രദറിന് എന്നാ കുഴപ്പം? ഞാൻ ചോദിച്ചോട്ടെ, ദൈവത്തിൻ്റെ വചനം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും പറയും. അപ്പം വചനം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കും. എന്താ ഗുണം? പറയുകയും കേൾക്കുകയും ചെയ്താലുള്ള ഗുണം എന്തുവാ? നമുക്ക് അനുഗ്രഹം സമൃദ്ധിക്കും. അതാണ് എനിക്ക് അതാ വേണ്ടത്. വിശ്വാസം എന്ത് ചെയ്യും? വർദ്ധിക്കും. നിങ്ങൾ വചനം പറഞ്ഞാൽ വചനം കേൾക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ എല്ലാ ദിവസവും വചനം കേൾക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അല്ല, വചനം പറഞ്ഞാൽ അത് കേൾക്കുമ്പം നമ്മളിൽ തന്നെ വിശ്വാസം വരും. അപ്പം നിങ്ങളുടെ വിഷയങ്ങൾ പറയരുതെന്ന് ഞാൻ പറയാൻ കാരണം എന്തുവാ? നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് അവിശ്വാസം ഉണ്ടായി വരും. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വിഷയം പറയുന്നു അത്രത്തോളം അവിശ്വാസം വരും. എത്രത്തോളം കൂടുതൽ നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രത്തോളം അവിശ്വാസം നിറയും. അവിശ്വാസം നിറഞ്ഞുള്ള ഗുണം എന്തുവാ? പറ. അവിശ്വാസം നിറഞ്ഞുള്ള ഗുണം എന്തുവാ? അതെ, നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളിൽ അവിശ്വാസം എന്ന് പറയും. ഗുണം ആർക്കാന്നറിയോ? പിശാചിന. എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച വീട് തന്നെയാണ്. പ്രശ്നക്കാരത്തിൽ തന്നെയാണ്. രോഗി തന്നെയാണ്. കുടുംബ തകർച്ച തന്നെയാണ്. തലമുറയുടെ വിഷയം അവിടെ തന്നെയാണ്. അത് പറയും തോറും നിങ്ങളിൽ അവിശ്വാസം വർദ്ധിക്കും. ഒരു പ്രയോജനവുമില്ല. പിശാചിന് സന്തോഷമാണ്, അവന് മാത്രമേ ഗുണമുള്ളൂ. എന്നാൽ ഇന്നു മുതൽ എനിക്ക് അവിശ്വാസം വർദ്ധിപ്പിക്കേണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ വിഷയം പറയാതിരുന്നാൽ മതി. അപ്പോഴല്ലേ ബ്രദറെ ഞങ്ങൾ ഒരു ദിവസം 10 സ്ഥലത്തോട്ട് പ്രയർ റിക്വസ്റ്റ് അയക്കും ബ്രദറെ? മതി. അത് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വാഗോണ്ട് അറിയാതെ പറയുമല്ലോ. മതി. 10 സ്ഥലത്തോട്ട് അയച്ചപ്പോഴേക്കും ആ 10 സ്ഥലത്തേക്ക് പോയ ആ അവിശ്വാസം നിങ്ങളിലേക്ക് കൂടി. എത്ര പ്രാവശ്യം വചനം പറഞ്ഞു ബ്രദറെ? 2 പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി ബ്രദറെ. പിന്നെ എനിക്ക് പറയാൻ പറ്റിയില്ല ബ്രദറെ. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാവോ? 2 പ്രാവശ്യം വചനം പറഞ്ഞു, 10 പ്രാവശ്യം എന്ത് ചെയ്തു? നിങ്ങളുടെ വിഷയം പറഞ്ഞു. അപ്പോൾ ഏതാ വർദ്ധിച്ചത്? പറ, ഏതാ വർദ്ധിച്ചത്? അവ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഏതാണോ അതാണ് വർദ്ധിച്ചത്. ഇനി ചിന്തയിൽ വരുന്നത് കുഴപ്പമില്ല. ചിന്തയിൽ വന്നോട്ടെ, ചിന്ത നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല. അത് എവിടെയും, പക്ഷെ വാഗൊണ്ട് പറയരുത്. ചിന്തയിൽ എത്ര വേണേലും വന്നോട്ടെ. ചിന്തയിൽ എന്ത് വന്നാലും നമുക്ക് വിഷയമില്ല. ചിന്ത നമ്മുടെ നിയന്ത്രണമല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ് പഠിക്കരുത്. ഞാൻ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞാൽ, ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ നാവിനെ കടിഞ്ഞായിട്ട് സൂക്ഷിക്കണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ബൈബിളിലൊരു വാക്യമുണ്ട്. അപ്പം നിങ്ങൾ എന്തു പറയുന്നു അതാണ് നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾ എന്തു പറയുന്നു അതാണ് നിങ്ങളുടെ അവിശ്വാസം. ഇത് രണ്ടും ഉണ്ടാകുന്നത് നിങ്ങളിലൂടെ തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ വിശ്വാസം വർദ്ധിക്കത്തില്ല, അവിശ്വാസം വർദ്ധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വചനം പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. ലൂക്കോസിൽ പറഞ്ഞ വാക്ക് നോക്കിയാൽ നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്ന് എന്ത് ചെയ്യണം? എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഈ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുന്നവർ വായിച്ച്.
എങ്ങനെ കേൾക്കുന്നു എന്നാണ്. എങ്ങനെ കേൾക്കുന്നു? സോറി, കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവാൻ ഉള്ളവന്റെ കിട്ടും. എങ്ങനെ കേൾക്കുന്നു, അതാ ഞാൻ എങ്ങനെ ഉദ്ദേശിക്കുന്നത് വ്യാഖ്യാനമാണ്. ഇത് കറക്റ്റായിട്ട് കേൾക്കണം നിങ്ങൾ. എങ്ങനെ കേൾക്കുന്നു, ഇതാണ് ഏറ്റവും വലിയ കുടുക്ക്. നമ്മൾ എങ്ങനെയും കേൾക്കാമെന്നല്ല, എങ്ങനെ കേൾക്കുന്നു, എങ്ങനെ അതിനെ വ്യാഖ്യാനിച്ച് കേൾക്കുന്നു. അടുത്ത വാക്യത്തിൽ പറഞ്ഞു ഉള്ളവന് കിട്ടും. അതാണ് ഈ വചനം അകത്തുള്ളവനെ കിട്ടത്തുള്ളൂ. കറക്റ്റ് വ്യാഖ്യാനം അകത്തില്ലാത്തവന് ഉള്ളതും കൂടെ പോകും. ആമേൻ. അപ്പോൾ പള്ളിപ്രമാണിയോട് യേശു പറഞ്ഞ വാക്ക് എന്തുവാ? നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതിൻ്റെ അർത്ഥം നീ ഇനി പറയരുത്. നിൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് കൊച്ചു മരിച്ചു എന്ന് പറയുമ്പോഴേക്കും അയൽവക്കത്തിൽ ചേട്ടൻ പറയത് നിൻ്റെ വീട്ടിൽ എന്നാ ഉണ്ട് വിശേഷം, മിണ്ടരുത്. കൊച്ചിൻ്റെ കാര്യം എന്താ, ആ കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറയാവുള്ളൂ. അവൻ നന്നായോ, അവൻ നന്നായി, അവൻ അത്ഭുതമായി, പറഞ്ഞു പഠിക്കണം. ഇങ്ങനെ പറയണം നിങ്ങൾ. നമ്മളെക്കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. അപ്പം ഞാൻ പറഞ്ഞില്ല, പിശാച് കൊമ്പും വാലും നാക്കുമായിട്ട് വരുമല്ല. അവൻ ചിലപ്പോൾ നമുക്കറിയാവുന്ന ചേട്ടനോ ചേച്ചിയോ സുഹൃത്തോ അല്ലെങ്കിൽ എന്താ, അവരെല്ലാം അവരുടെ ഹൃദയത്തെ ഞാൻ പറഞ്ഞു യേശുവിൻ്റെ കൂടെ നടന്ന യൂദായുടെ ഹൃദയത്തെ കവർന്നെടുത്ത ആളാണ്. അപ്പം നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മളെക്കൊണ്ട് അത് പറയിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവരിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്തോണം? ഒഴിഞ്ഞു മാറണം. ചിലർ ചോദിക്കത്തില്ലേ, ഓക്കെ, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പം ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമ്പോൾ ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ കടഞ്ഞായിട്ട് സൂക്ഷിക്കും. അതെ, ഇഷ്ട വാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിശ്വാസം വർദ്ധിക്കും. അവിശ്വാസം വർദ്ധിച്ചാൽ ഗുണം ഒന്നേ ഉള്ളൂ, അവിടെ കിടക്കും, ഒരു വ്യത്യാസം വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി എത്ര വലിയ വിഷയമാണെങ്കിലും, ചിലരുണ്ട് ബ്രദറെ ഇതൊക്കെ പറയുമ്പോൾ ഒരു സുഖം, ആ സുഖം നിങ്ങളെ കൊണ്ട് എത്തിക്കുന്ന എവിടെയാണെന്നറിയാവോ? എന്നേക്കുമായി നിങ്ങളുടെ അത്ഭുതത്തെ അടയ്ക്കുന്ന വലിയൊരു ഡോറിലേക്കാണ്. ആ സുഖം എനിക്ക് വേണ്ട, എനിക്ക് വചനം പറയുമ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിക്കും. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് സംഭവിച്ചത് എനിക്ക് സംഭവിക്കാൻ പാടില്ല. അവർ കേട്ടത് അവർക്ക് വിശ്വാസമായിട്ട് മാറിയില്ല. കാരണം അവർ ഒരു ദിവസം ഒരു നേരം വചനം പറയും, 1000 തവണ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ വിഷയം സർപ്പമാണ്, അവരുടെ വിഷയം ആഹാരമാണ്, അവരുടെ വിഷയം മാറയാണ്, അവരുടെ വിഷയം പറവനാണ്, അവരുടെ വിഷയം ചെങ്കടലാണ്. അവരുടെ വിഷയങ്ങൾ മൊത്തം വിഷയങ്ങളാണ്. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? അവരിൽ വിശ്വാസം വന്നില്ല, പകരം അവിശ്വാസം വന്നു. അവർ മരുഭൂമിയിൽ പട്ടുപോയെങ്കിൽ യോശുവ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരുന്നു, ഫറവോൻ്റെ മസിലല്ല എൻ്റെ അത്ഭുതം, ഫറവോൻ്റെ സൈന്യമല്ല എൻ്റെ അത്ഭുതം, സൈന്യങ്ങളുടെ യഹോവ എനിക്ക് ആ ദേശം തരും. ഇത് പറഞ്ഞവൻ അവിടെ കയറിയെങ്കിൽ, ഇത് പറയാത്തവൻ അവിടെ കിടന്നുവെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ഇത് ബൈബിളാണ്. ഇതിൽ എന്ത് എഴുതപ്പെട്ടിരിക്കുന്നു അത് നിങ്ങളുടെ മുമ്പിൽ നടക്കും. പറയണം. അപ്പം ഇന്ന് മുതൽ എന്ത് ചെയ്യണം? വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ബ്രദറെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ബ്രദറെ, എൻ്റെ വിഷയം അത്രയ്ക്ക് ദുർഘടമാണ് ബ്രദറെ. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മൊബൈൽ ഫോൺ എന്ത് വിഷയം ഉണ്ടെങ്കിലും കുത്തിക്കിടത്തില്ലേ? ചാർജ് ചെയ്യുമോ ഇല്ലയോ? ചാർജ് ചെയ്യും. എന്നാ പ്രശ്നം വന്നാലും നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യത്തില്ലേ? അതിൻ്റെ കാര്യം എന്തുവാ? ഇത് ചാർജ് ആയാലേ ഗുണമുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, വചനം പറഞ്ഞാലേ ഗുണമുള്ളൂ. ഒന്ന് കേൾക്ക്. ഒരു 10-20 ദിവസം നിർത്താതെ, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഒരു ഫുൾ ചാർജ് ഒന്ന് ചെയ്തേ. ഞാൻ നടക്കുമ്പോഴിരിക്കുമ്പോഴൊക്കെ ഇത്ര ദിവസമൊക്കെ പറഞ്ഞതൊക്കെ ഒന്ന് റിജക്റ്റ് ചെയ്യും. എനിക്ക് വലിയ പ്രശ്നമാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഒരു തവണ പ്രാർത്ഥിക്കണം, ശരി, അയക്കണം, പ്രയർ റിക്വസ്റ്റ് അയക്കണം. പക്ഷേ എല്ലാ ദിവസവും എനിക്കറിയാം, എല്ലാ ദിവസവും പ്രയർ റിക്വസ്റ്റ് അയക്കുന്ന ഒരു സഹോദരിയുണ്ട്. ഞാനാണെങ്കിൽ എല്ലാ ദിവസവും വോയിസ് റെക്കോർഡ് അയക്കും. എനിക്ക് കാണുമ്പോഴെല്ലാം ദിവസമല്ല, കാണുമ്പോഴെല്ലാം ഞാൻ, സഹോദരി ഈ പ്രാർത്ഥന റിക്വസ്റ്റ് എപ്പോഴും പറയണ്ട. ഇല്ല ബ്രദറെ, ഞാൻ ഇനി അയക്കത്തില്ല ബ്രദറെ, പ്രാർത്ഥിച്ചാൽ മതി. 5 ദിവസം കഴിയുമ്പോഴേക്ക് ഞാൻ നോക്കുമ്പോൾ വീണ്ടും മെസ്സേജ്, ബ്രദറെ ഇന്ന വിഷയം. അതിങ്ങനെ റിപ്പീറ്റ് ആയി. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മുടെ സ്ഥിരം പ്രാർത്ഥനയ്ക്ക് കയറുന്നു. ഞാൻ ബ്രദറെ എനിക്ക് സമയം ഉള്ളപ്പോൾ ഞാൻ യൂട്യൂബിൽ കാണും. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്ഥിരം പ്രേക്ഷകനല്ല. സ്ഥിരം പ്രേക്ഷകൻ എനിക്ക് മനസ്സിലായി, ഉള്ളിൽ വചനം കയറിയാൽ അവൻ്റെ ഉള്ളത്തിൽ അവിശ്വാസം വർദ്ധിക്കും. അവൻ പിന്നെ പ്രശ്നങ്ങൾ പറയാൻ അവന് സമയമില്ല, ഇവിടെ വചനം പറയാൻ തന്നെ സമയമില്ല. കാര്യം അവന് മനസ്സിലായി, പറയുന്നവന് മാത്രമേ ഉള്ളൂ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ചു, ഇനി ബ്രദറെ എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അവസാനിക്കും, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചിലർ പറയാം, ബ്രദറെ അതിന് പോലും ഉള്ളൊരു മനസ്സമാധാനം എനിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ എല്ലാ ദിവസവും കേൾക്കുന്ന, എൻ്റെ മാത്രമല്ല ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, യോശുവയുടെയും കാലേബിൻ്റെയൊക്കെ പോലത്തെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വചനങ്ങൾ മൊബൈലിലോ TV-യിലോ ഉറക്കെ ഓണാക്കി വെക്കണം. അത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം കേൾക്കാം, നിങ്ങൾക്ക് മനസ്സിലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ഒരു സമാധാനം കിട്ടുന്നത് വരെ അത് കേട്ടോണം. കിട്ടിക്കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യരുത്, പിന്നെ ഒന്നുകൂടെ കേൾക്കണം. ഒന്ന് ചെയ്ത് നോക്കി.
പറയാൻ പറ്റാത്തൊരു തന്നെ നിങ്ങളുടെ അകത്തേക്ക് ആക്റ്റീവ് ആകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് യേശുവേ, നമ്മൾ ഇന്നലെ കേട്ട പോലെ വലിയൊരു സാക്ഷ്യം കേട്ടു. എനിക്ക് വലിയ സന്തോഷം. ഞാനത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആ സഹോദരൻ പറഞ്ഞതുപോലെ 4 വർഷമായിട്ട് അദ്ദേഹം കണ്ണാടി യൂസ് ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ആ സഹോദരൻ എന്ത് ചെയ്തു? പ്രാർത്ഥനയിൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറക്കുവാൻ ഇടയായി തീർന്നു. എത്ര പേര് ആ സാക്ഷ്യം കേട്ടു? എത്ര പേരത് കേട്ടു? ആമേൻ. സഹോദരൻ ഇന്ന് പ്രാർത്ഥനയിലുണ്ടെന്ന് എനിക്കറിയാം. എനിക്കത് വലിയൊരു ഒത്തിരി ഇന്നലെ ഈ പ്രയർ കഴിഞ്ഞിട്ട് ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. കാര്യം എന്താ വെച്ചാൽ 10 പേര് കേൾക്കണം. കാര്യം നമ്മളെപ്പോഴും പറഞ്ഞത് 4 വർഷമായിട്ട് ആ സഹോദരൻ ഉണ്ട്. ഇല്ലാത്ത ഞാൻ വീണ്ടും ഇന്നലെ ചോദിച്ചത് കൊണ്ട് പിന്നെ ചോദിക്കുന്നില്ല. വേണ്ടവർക്ക് യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞ വാക്ക് ഇതാണ്: 4 വർഷമായിട്ട് കണ്ണാടിയുടെ പവർ പിന്നെയും കൂട്ടിയായിരുന്നു. എന്നിട്ട് വലിയ ബൈബിള് വായിക്കാൻ കണ്ണാടി ഇല്ലാതെ അദ്ദേഹത്തിന് ബൈബിള് വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്നലത്തെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ അദ്ദേഹം കൈയെടുത്ത് കണ്ണിലോട്ട് വെച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. കർത്താവ് അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നു. കണ്ണാടി ഇല്ലാതെ ബൈബിൾ ഇപ്പോൾ ഈസിയായിട്ട് വായിക്കാൻ. കണ്ടോ? അപ്പം നമുക്ക് വേണമെങ്കിൽ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഇതേപോലെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാം. പക്ഷെ കേൾക്കുന്നതിനെ എന്ന് ഏറ്റെടുത്ത് നിങ്ങൾ എന്തെങ്കിലും ബ്രദർ ഈ ചുമ്മാ കിടന്ന് പ്രാർത്ഥിക്കുന്നു, ഇത് ഭയങ്കര ബോറാ, അവിടെ ഇരുന്നോ. ഞാൻ പറഞ്ഞു ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇത് കഴിഞ്ഞിട്ട് ബ്രദറെ എനിക്ക് വലിയൊരു വിഷയമുണ്ടെന്ന് പറയരുത്. ഈ വലിയ വിഷയം ഇന്ന് നമ്മൾ തകർക്കാൻ വേണ്ടി പോവുക, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആയിക്കോട്ടെ ഞാൻ നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യുന്ന മോട്ടിവേഷൻ സ്പീക്കറല്ല. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ജീവനുള്ള ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ് നിങ്ങളെ ഞാനും. ഇന്ന് എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് റെഡിയായിക്ക്. സൗഖ്യമാകുവാൻ റെഡിയാകും. അത്ഭുതത്തിന് വേണ്ടി റെഡിയാകും. ഇത് ചിലർ പറയും അത്ഭുതം തന്നെയാണ്. അത്ഭുതമില്ലേ പിന്നെ ബൈബിളും ഷെർലോക്ക് ഹോംസിൻ്റെ പുസ്തകവും തമ്മിൽ എന്നാ വ്യത്യാസം ഇരിക്കുന്നു? ബൈബിളാക്കുന്നത് അത്ഭുതം തന്നെയാന്നേ. ഞാൻ ചോദിട്ടെ, നമ്മൾ എത്രയോ കഥപുസ്തകം നോവലുകൾ വായിച്ചിട്ടുണ്ട്. അതൊന്നും അത്ഭുതത്തിൻ്റെ പുസ്തകമാണോ? അല്ല, അതൊക്കെ നോവലുകളാണ്. ആരോ ഒരാൾ ഏതോ ഒരു ഭാവനയിൽ എഴുതപ്പെട്ട കഥകളാണ്. ഞാൻ ചോദിച്ചോട്ടെ, ദാവീദും ഗോലിയാത്തും യേശുവൊക്കെ കഥയല്ലേ? അല്ല, ഇത് റിയലാ. എങ്ങനെ അറിയും? അത്ഭുതത്തിലൂടെ. ഈ കേൾക്കുന്നത് അത്ഭുതത്തിലൂടെ ഉറപ്പിക്കുമ്പോഴാണ് ബൈബിൾ ആകുന്നത്. ബൈബിളിനെ വ്യത്യസ്തമാക്കുന്നത് സയൻസ് ആൻഡ് വണ്ടർ തന്നെയാണ്. അതിനെതിരെ പ്രസംഗിക്കുന്നതാണ് പിശാച്. നമ്മൾ പലപ്പോഴും ഞാൻ കണ്ടു പല പ്രസംഗകരും അത് ഏറ്റു പറയാറുണ്ട്. പിശാച് പറയുന്നത് അത്ഭുതത്തിലല്ല കാര്യം കേട്ടോ. അത്ഭുതം. എൻ്റെ അത്ഭുതത്തിൽ തന്നെ. ബൈബിൾ അത്ഭുതത്തിൻ്റെ പുസ്തകമാണ്. നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ശ്രദ്ധിച്ചു നോക്കി. ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ദൈവപ്രവൃത്തി ബുദ്ധിക്കപ്പുറമായിട്ട് ബുദ്ധിക്ക് ഒതുക്കുന്ന ഒരു കാര്യം എഴുതിയിട്ടില്ല. ഉൽപ്പത്തി തുടങ്ങുന്നത് തന്നെ ദൈവ ആകാശം ഭൂമി ഉണ്ടാക്കി. ഇത് കേൾക്കാൻ പറ്റുമോ? ദൈവം നിലത്ത് കുഴച്ചൊരു മണ്ണുണ്ടാക്കി അതിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി. ഇത് അത്ഭുതമല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം നോക്കിയാൽ നിങ്ങൾ വെളിപ്പാട് വരെ ഇതെല്ലാം അത്ഭുതങ്ങളുടെ പുസ്തകമാണ്. ബൈബിൾ അത്ഭുതത്തിൻ്റെ പുസ്തകമാണ്. ഇത് വായിക്കുന്നവൻ്റെ ജീവിതത്തിൽ ആനുദിനം എല്ലാ ദിവസവും നിങ്ങൾ ജീവിക്കുന്നത് അത്ഭുതം. അറിയാവോ? നിങ്ങൾ ജീവിക്കുന്നത് അത്ഭുതമാണ്. കർത്താവിൻ്റെ സാക്ഷിയാണ്. എന്നെൻ്റെ കൂടെ ഇന്ന് ഈ സമയത്ത് എനിക്കറിയാം നിങ്ങളുടെ സമയം മുന്നോട്ട് പോയി പലരും റെഡിയായിട്ട് നിൽക്കുവാണ്. ധൃതിയുള്ളവരെല്ലാം പൊക്കൂ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ കൈയോടെ വെച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നിട്ട് പറ, എൻ്റെ ഈ രോഗത്തെ ഞാനിപ്പോൾ അവിശ്വസിക്കുക. യേശു ക്രിസ്തുവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും വന്നിരിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഞാൻ അത്ഭുതം കാണും ഈ നിമിഷം യേശുവിൻ്റെ തിരുമുറിവിനാൽ. പല രോഗികളാണ് ഇന്നലെ നമ്മൾ കേട്ടാൽ ഒത്തിരി രോഗസൗഖ്യം. കഴിഞ്ഞ ദിവസം ഒരു വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി, നടക്കാൻ കഴിയാത്തവർക്ക് മേൽ കലകളുടെ ചലനമുണ്ടായി, കാഴ്ചയില്ലാത്തവർ കാഴ്ച ലഭിക്കുന്നു, കേൾവി ലഭിക്കുന്നു. ഒത്തിരി സാക്ഷികൾ നമ്മൾ അനുദിനം കേൾക്കുന്നു. ഇനിയും പ്രവർത്തിപ്പാൻ യേശു ക്രിസ്തു ശക്തനാണ്. എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞ കർത്താവ് അത്ഭുത മന്ത്രിയാണ്. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ കർത്താവ് ഒരു വാക്ക് പറയുക. സോഫി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുക. ഞാൻ സോഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മകളെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുക. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറയുക. ഇന്ന് ആ കുടുംബത്തിൻ്റെ അത്ഭുതമാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ സോഫീനെ മകളെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് ഇന്ന് തീർക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ കൃപ ഇന്ന് അവിടെ പ്രവർത്തിക്കുന്നല്ലപ്പ.
യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇത് പറയാനുള്ളവരല്ലാതെ മറ്റാരും ഇന്ന് നിങ്ങൾ മ്യൂട്ട് മാറ്റണ്ട. സൂമിൽ ബാക്കി എല്ലാവരും ഇന്ന് മ്യൂട്ട് ചെയ്തേ. അല്ലാത്തവരെല്ലാം പറയാനുള്ളവർ മാത്രം. നിങ്ങളുടെ ആലോചന ഇടപെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സിസ്റ്ററുടെ മോള ഈ പറഞ്ഞ അടയാളങ്ങൾ അതിന് മോൾക്കുണ്ടോ? അവക്കൊരു മോളുണ്ട്. മോളുണ്ട്. ഏറ്റെടുത്തോ. ഇന്ന് ദൈവപ്രവൃത്തി ആ മോളുടെ മേൽ വെളിപ്പെടുവാണ്. 3.5 വർഷമായിട്ട് ആ മകളുടെ ജീവിതത്തിൽ കയറിക്കൂടിയ സകല പ്രശ്നങ്ങൾക്കും ഇന്ന് കർത്താവ് അറുതി വെക്കുകയാണ്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ഈ ആലോചന പറഞ്ഞു കേട്ടോ, മറ്റാർക്കുമല്ല. ഇന്ന് ആ കുടുംബത്തെ അത്ഭുതകരമായി തന്നെ കർത്താവ് തൊടുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ 3.5 വർഷമായി കയറിക്കൂടിയ പിശാചിൻ്റെ സകല തന്ത്രങ്ങളെയും ബ്രേക്ക് ചെയ്യുന്നു. വലിയൊരു സ്വസ്ഥത കർത്താവ് തരാൻ വേണ്ടി പോവാം. കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവ്, ഞാനൊരു ഭവനത്തെ കർത്താവിനെ കാണുക. ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു ഇങ്ങനെ നമ്മൾ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെക്കത്തില്ലേ, അങ്ങനത്തെ ചുണ്ടൻ വള്ളം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു വീടിൻ്റെ ഒരു വീടിൻ്റെ അകത്ത് ആ ഒരു സംഭവം ഇരിക്കുന്ന, അത് ഫോട്ടോയല്ല, നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ചുണ്ടൻ വെള്ളം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു വീട് അകത്ത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഇത് കേൾക്കുന്ന വ്യക്തിയുടെ ഒരു സഹോദരിയും കൂടെ ആ വ്യക്തിക്കുണ്ട്. ആ സഹോദരിയും ഈ 2 പേർക്ക് വേണ്ടി, അതായത് ആ കുടുംബപരമായിട്ട് ഈ കാണിക്കുന്ന ഒരു അടയാളമാണ്. ആ വ്യക്തിയെ ഒന്ന് കാണാൻ വേണ്ടി ഒരു അടയാളമാണ്. ഈ കേൾക്കുന്ന വ്യക്തിക്ക് ഒരു സഹോദരിയും കൂടെ ഉണ്ട്. ഈ പറഞ്ഞ അടയാളമുള്ള കുടുംബത്തിൽ അത് ആ ഒരു സഹോദരിയുടെയും ഈ വ്യക്തികളെയും 2 പേരെ സംബന്ധിച്ച് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ 2 പേരുടെയും ജീവിതത്തിൽ കർത്താവ് വലിയൊരു ദൈവപ്രവൃത്തിയിലേക്ക് ഒരുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്നവിടെ സംഭവിക്കുന്നല്ലോ. ഞാൻ പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് മാറ്റത്. ഞങ്ങളുടെ ഷോക്കേസിലുണ്ട് അങ്ങനെ ഒരു എൻ്റെ മോളുടെ കല്യാണത്തിന് സമയത്ത് കിട്ടിയത്, പ്രസന്റേഷൻ കിട്ടിയത് ഒരു ചുണ്ടൻ വെള്ളം വഴിവൊക്കെ ഉള്ളതായിരുന്നു. ഇതവിടെ ഇരിപ്പുണ്ടല്ലേ? ഓ, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവ് അത് കാണിച്ചിട്ട് ആ ഭവനത്തെ ദൈവം തൊടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, കർത്താവ് നിങ്ങൾ ആലോചിച്ചു, ദൈവം എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. സൗരി പറഞ്ഞ പോലെ തന്നെ ആ പ്രസൻറ്റേഷൻ ലഭിച്ചത്, അത് അവിടെ ഇരിക്കുന്നത്, ആ ഷെൽഫിൽ ഇരിക്കുന്നത്, ഇതൊക്കെയും കർത്താവ്, ഞാൻ പറയുന്നത് ചിത്രമല്ല, അത് ഞാൻ പിന്നീട് എടുത്ത് പറഞ്ഞല്ലോ, അതൊരു ഇതുപോലെ കണ്ടത്. അതിങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല, ചുണ്ടമുള്ള ഇരിക്കുന്നത്. പക്ഷെ കർത്താവ് എല്ലാം കാണുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി. ഇന്ന് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ഉറങ്ങരുതേ, കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ. ഇത് അത്ഭുതമാണ്. ഇന്നലെ നമുക്ക് ആ സഹോദരൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ബലപ്പെടാം. ഞാനിത് പിന്നെയും ഓർക്കും. ഒന്നാലോചിച്ച് നോക്കി, ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ 4 വർഷമായിട്ട് പവർ ഗ്ലാസ് പിന്നെയും മാറ്റിയ ആൾക്ക് ഒരു പ്രാർത്ഥന കൊണ്ട് എങ്ങനെയാണ് സൗഖ്യം നടക്കുന്നത്? ഓ യേശു, ഇത് ദൈവത്തിന് മാത്രം കഴിയുന്നത് കേട്ടോ. കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്, ദൈവം നമ്മുടെ ഇടയിലുണ്ട്. ഈ പ്രവചനങ്ങളായിക്കോട്ടെ, ദൈവപ്രവൃത്തി ആയിക്കോട്ടെ, അത്ഭുത രോഗസൗഖ്യങ്ങൾ, ഇതെല്ലാം യേശു നമ്മുടെ ഇടയിൽ നമ്മളെ ഇങ്ങനെ ഈ വചനത്തിലൂടെ ഇങ്ങ് ബലപ്പെടുത്തുക കർത്താവ്. ഞാനെന്ന വ്യക്തി ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. യേശു നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. കർത്താവെ, ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് തൊടുക. എബി എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുക. ഇന്ന് അവൻ്റെ ജീവിതത്തിൽ അന്ന് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ഒരു തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, കർത്താവ് ഇന്ന് തലമുറകളെ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. തലമുറകളെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. ഇന്ന് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരേ ആലോചന കർത്താവ് പറയുകയാണ്. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഈ ദിവസങ്ങളിൽ ഒന്ന് ഏറ്റെടുത്തോണം. വലിയ ദൈവപ്രവൃത്തി പെട്ടെന്ന് ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ തിന്മയല്ല, നന്മകൾ തുറക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്ററെ പറയാനാണെങ്കിൽ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്തോണേ. ഇൻ ദ നെയിം ഓഫ് ബ്രദറെ, ആങ്ങളയുടെ മോന് ഓട്ടിസം ഉണ്ട്. ഏറ്റെടുത്തു. ഇന്ന് അവൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഏറ്റെടുത്തു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഏത് ഓട്ടിസം ആണെങ്കിലും പറഞ്ഞോണം, കർത്താവിന് മാറ്റം മരിച്ചവരെ ഉയർപ്പിക്കുന്ന, മരിച്ച വീട്ടിൽ പോയിട്ട് പള്ളിപ്രമാണിയുടെ മകളെ ഉയർപ്പിക്കാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ ഓട്ടിസം ആയിക്കോട്ടെ, മാനസിക നില തെറ്റിയതായിക്കോട്ടെ, കിടപ്പ് രോഗി ആയിക്കോട്ടെ, പറയണം മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റിയ എൻ്റെ യേശുവിന് ഈ കാര്യം എത്ര അധികം പറഞ്ഞോണം. ഓട്ടിസമൊക്കെ പാപനിമിത്തം ലോകത്തിൽ കയറിക്കൂടിയതാ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും ബുദ്ധിമാന്യമുള്ള വ്യക്തിയായിട്ടോ, രോഗിയായിട്ടോ, തകർന്നവനായിട്ടോ, പൈശാചിക ബന്ധമുള്ളവനായിട്ടോ അല്ല. അവനെ നന്നായിട്ട് ഏതൻ തോട്ടത്തിൽ നല്ല സുഖത്തിലാണ് ജീവിച്ചത്. പാപനിമിത്തം ഉണ്ടായ ഡിസോർഡറുകളാണ്.
പറയണം. യേശുവിൻ്റെ പാപത്തെ വഹിച്ചത് പാപമാണ് ഇതിന് കാരണമായെങ്കിൽ യേശുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുതമുണ്ട്. പാപപരിഹാരം നടന്നുവെങ്കിൽ എൻ്റെ വിഷയത്തിൻ്റെ പരിഹാരവും നടന്നു കഴിഞ്ഞു. എൻ്റെ യേശുവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് തലമുറകൾക്ക് വേണ്ടി അത്ഭുത പ്രവർത്തികളെ കർത്താവ് ചെയ്യുക. ഞാൻ ഒരു പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ ഒരു വീടിൻ്റെ പുറകിൽ ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ഒരു സ്റ്റെയർ കേസ് ഉള്ള ഒരു വീട്, പക്ഷേ ഒറ്റ നില വീടാണ്, സ്റ്റെയർ കേസ് ഉള്ള വീടാണ്. ആ വീടിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റെയർ കേസ് ഉള്ള വീടാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ മുറ്റത്ത് ഇങ്ങനെ ഈ ചെറിയ മെറ്റിൽ പോലത്തെ കണ്ടിട്ടില്ല, ഇങ്ങനെ ചെറിയ കുഞ്ഞ് മെറ്റിൽ നിരത്തിയിട്ടേക്കുന്ന ഒരു വീടാണ്. ആ സ്റ്റെയർ കേസിൻ്റെ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഒരു മീറ്റർ ഇരിപ്പുണ്ട്. ആ മീറ്ററിൻ്റെ അടുത്തോട്ട് തന്നെ ഒരു കാർഡ്, എന്തോ ഒരു കാർഡ് ആ മീറ്ററിലോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീടാണ് കാണുന്നത്. ആ മീറ്ററിലോട്ട് തന്നെ ചേർത്തൊരു കാർഡ് പോലത്തെ എന്തോ സാധനം അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ചുമ്മാ വെച്ചിട്ടുണ്ട്. ഇന്ന് ആ ഒരു ഭവനത്തെ ഞാൻ കാണുന്ന ഒരു സമയത്ത് ഞാൻ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പറമ്പുണ്ട്. അതായത് ഈ സ്റ്റെയറിൽ നിന്നുകൊണ്ട് വലത് കൈ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പറമ്പാണ്. അവിടെ തൊട്ടടുത്ത് വീടില്ല, പക്ഷെ അത് ചെറിയ പറമ്പ് പോലെ റൈറ്റ് സൈഡിലുണ്ട്. ആ വീട്ടിൽ ഞാൻ ഈ കാണുന്ന കാഴ്ച, ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു സഹോദരി ആ സ്റ്റെയർ കയറി പോകുന്ന സമയത്ത് കുടുംബത്തെ ഓർത്തുള്ള ഭാരവും ഓർത്തുകൊണ്ട് ആ നട കയറിപ്പോയി. അത് കയറിപ്പോയ സമയത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, കയറി വരുന്ന സമയത്ത് ഇങ്ങനെ മാലയെ പിടിച്ചുകൊണ്ട്, സ്വന്തം കൈകൊണ്ട് മാലയെ പിടിച്ചുകൊണ്ട് ഈ പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് കയറി വരുന്നൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, നിൻ്റെ ഭാരങ്ങളെ കർത്താവ് അറിയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ സാക്ഷ്യമാക്കി മാറ്റുവാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ഞാൻ പറഞ്ഞ ആമേൻ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ബ്രദറെ, ഞാനാണ് ബ്രദറെ. സിസ്റ്റർ ആണോ ഈ പറഞ്ഞത്? അതെ അതെ ബ്രദറെ, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ ഇവിടെ ആരുമില്ല. അപ്പം ഭയങ്കര തലമുറയ്ക്ക് വേണ്ടി ഭയങ്കര ഭാരപ്പെട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ അടയാളം എല്ലാ സിസ്റ്റർ കേട്ടായിരുന്നോ? കേട്ടായിരുന്നു ബ്രദറെ. ഇതുപോലൊക്കെ തന്നെയാണോ സിസ്റ്റർ പറഞ്ഞ് വീടിരിക്കുന്നത്? അതെ അതെ, അങ്ങനെ തന്നെയാ. എന്നോട് ഈ കാര്യം വല്ലതും പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റേറിൽ പോയപ്പോ സങ്കടത്തോടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ, മാലയെ പിടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് കയറിപ്പോയ സ്റ്റെയറിൽ. സ്വോത്രം. കർത്താവ് എന്തെല്ലാം കാണുന്നുണ്ട്, ആലോചിച്ച് നോക്കി. അതെന്നാ സിസ്റ്റർ നടന്നത്? ബ്രദറെ, തലമുറയ്ക്ക് വേണ്ടി ഇവിടെ ഹസ്ബൻഡ് ഇല്ല, മരിച്ചുപോയി. അല്ല, എന്നാ ഈ സംഭവം നടന്നത് സിസ്റ്റർ? എന്നാ നടന്നത്? മിനിഞ്ഞാന്നായിരുന്നു. മിനിഞ്ഞാന്നാ? ഇത് ഞങ്ങൾ ആരെങ്കിലും ഇത് കാണാൻ സാധ്യത ഉണ്ടോ സിസ്റ്റർ? കയറി പോകുന്നതും കരയുന്നതും ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ? ഇല്ല, ഒന്നുമില്ല. എന്റെ ദൈവമേ, കർത്താവ് കണ്ടു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ദൈവം കണ്ടു. ഇത് ഈ സഹോദരിക്ക് വേണ്ടി തന്നെ കേട്ടോ, ഈ സഹോദരിക്ക് വേണ്ടി തന്നെയാണ് ഈ ആലോചന. യേശുവിന്റെ ഒറ്റയ്ക്ക് ഇങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് കരഞ്ഞുകൊണ്ട് കയറി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കയറി പോവുകയായിരുന്നു സ്റ്റെയറിന്റെ മണ്ടയിലോട്ട്. ഈ പറഞ്ഞ പോലെ മീറ്ററും എല്ലാം കണ്ടല്ലോ. ഈ ഞാൻ കാണുന്ന ആഴ്ച സിസ്റ്റർ ഇങ്ങനെ ഞാൻ പറയല്ലേ, പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നതാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങളെ 3 ദിവസം മുമ്പ് നടന്ന കാര്യമാണ് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത്. ദൈവം ഉറപ്പിച്ചു തരുവാണ്. അപ്പം നമുക്ക് എന്തിനാ കർത്താവ് നിങ്ങളെ ഇത് കേൾപ്പിക്കുന്നതെന്നറിയോ? ഈ സഹോദരിക്ക് വേണ്ടി മാത്രമല്ല, ഇത് കേൾക്കുന്നവർ ഉള്ളിൽ യേശു എന്നെയും കാണുന്നുണ്ട്, കർത്താവെ ദൈവം ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് നമ്മളെ ഉറപ്പിക്കാനാണിത്. അല്ലാതെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നത് കാണാം. അപ്പം ഇത് ആലോചിച്ച് നോക്കി, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിൽ വന്ന് CC ക്യാമറ വെച്ചാൽ പോലും നടക്കത്തില്ല. ഇത് ഇത്രയും പേരുടെ വീട്ടിൽ 500 പേരുടെ വീട്ടിൽ കൊണ്ടുവന്ന് CC ക്യാമറ വെച്ച് നടക്കുമോ? ഇല്ല. ഇത് കാണുന്നൊരു കർത്താവുണ്ട്. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. യേശുവെ നന്ദി കർത്താവ്. സിസ്റ്ററെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ മകനെ ദൈവം തൊടുക കേട്ടോ, തലമുറയെ ദൈവം തൊടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന കർത്താവ്. ഒന്ന് ആലോചിച്ച് നോക്കി, ദൈവം എന്തെല്ലാം കാണുന്നുണ്ട്. ആ നടന്നു പോകുന്ന വഴിയിൽ നിങ്ങളിലുണ്ടായ ചലനങ്ങളെ പോലും കർത്താവ് കാണുന്നുണ്ട്. അറിയാവോ എത്രത്തോളം ദൈവം നമ്മെ കാണുന്നു? യേശുവെ നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നപ്പ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപ എല്ലാവരും എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിങ്ങളിരിക്കുന്ന ഭവനങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ദൈവം വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടതിനെ ദൈവം ഉറപ്പിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് എന്നെ മറ്റൊരു ഭവനം കാണിക്കുന്നു. ഒരു ബിൽഡിങ്ങിൻ്റെ നോട്ടീസ് വീടിൻ്റെ ഹോളിൽ തന്നെ, ഒരു ബിൽഡിങ്ങിൻ്റെ എന്തോ ഒരു ഇൻവിറ്റേഷൻ പോലത്തെ ഒരു നോട്ടീസ്, ഒരു പരസ്യം വീടിൻ്റെ ഹോളിൽ തന്നെ
ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ എടുത്ത് കാണിക്കുകയാണ്. ആ ഒരു ഭവനവുമായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ എടുത്ത് കാണിക്കാൻ കാരണം ഈ കേൾക്കുന്ന വ്യക്തിയുടെ ഭവനത്തിൽ 8 വർഷമായിട്ട് കയറിക്കൂടിയ ഒരു തടസ്സം. ആ തടസ്സത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പലതും വിറ്റുപെറുക്കി വീടിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് ഈ സ്വർണ്ണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലതും വിറ്റ് പെറുക്കിയിട്ട് പോലും വീടിൻ്റെ അകത്ത് കൊടുക്കുന്നതല്ലാതെ, എല്ലാം വിൽക്കുന്നതും പണയം വെക്കുന്നതും അല്ലാതെ വീടിൻ്റെ അകത്ത് മുന്നോട്ടൊരു ഭാവി ഉണ്ടാകുന്നില്ല. എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. തുടങ്ങിയിട്ട് ഒരു 8 വർഷമായി. ഇന്ന് ആ ഭവനത്തെ കർത്താവിന് തൊടുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്ന സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് എൻ്റെ കൂടെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പറയണം, എൻ്റെ ഭവനം അനുഗ്രഹത്തിൻ്റെ ഭവനമാണ്, എൻ്റെ ഭവനം അത്ഭുതത്തിൻ്റെ ഭവനമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദുഷ്ടനും എൻ്റെ ഭവനത്തിൽ കയറി അപഹരിക്കുവാൻ കഴിയത്തില്ല. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് കർത്താവ് എന്നെ ഇന്ന് തൊടുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു വ്യക്തിയെ കാണിക്കുന്നു. ഇങ്ങനൊരു വാക്ക് ദൈവം പറയുകയാണ്, ലജ്ജകളെയും നിന്ദകളെയും ദൈവം മാനിക്കാൻ വേണ്ടി പോവാണ്. ലജ്ജകളെയും നിന്ദകളെയും ദൈവം ഇന്ന് മാനിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ കാതയിൽ 2 കമ്മലുകൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്നത്. അതായത് ഒരു കമ്മലിൻ്റെ തൊട്ടു മുകളിൽ തന്നെ മറ്റൊരു ചെറിയ കമ്മൽ ഇങ്ങനെ ആ ഒരു അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്ന ഒരു ചെവി കർത്താവ് ഇങ്ങനെ എടുത്ത് കാണിക്കുക ആ വ്യക്തിയുടെ. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ ഈ കാണുന്നത് ഈ ബുക്കയിൽ ഇങ്ങനെ ഈ ഡയറി പോലത്തെ, പക്ഷെ ഡയറി അല്ലത്, ബുക്കയിൽ ഇങ്ങനെ എഴുതി വെക്കുന്ന, അതെടുത്ത് ബാഗിൻ്റെ അകത്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ആ വ്യക്തിയെ കർത്താവ് അതോടൊപ്പം തന്നെ സ്പർശിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റും. ഓഡിയോ കട്ടായിരുന്നു നിങ്ങളുടെ? ഇവിടെ കട്ടല്ല. കട്ടായായിരുന്നു. ഓഡിയോ കട്ടായിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. എനിക്ക് എവിടം പോലെ കട്ടായെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ എത്രത്തോളം കേട്ടിട്ട് എനിക്ക് അറിയത്തില്ല. നന്ദി കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന ഒരു കൈ എടുത്ത് വെച്ച് നിങ്ങൾ കർത്താവ്, ഇന്ന് യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. എന്നാൽ രോഗം പറയണം, എൻ്റെ ഈ രോഗം ഞാൻ അനുഭവിക്കേണ്ട ആളല്ല, യേശു അനുഭവിച്ചു. യേശു എൻ്റെ രോഗത്തെ അനുഭവിച്ചു, യേശു എൻ്റെ വേദനയെ ചുമന്നു. കർത്താവെ, അങ്ങയുടെ അത്ഭുതത്തെ ഇന്ന് കർത്താവ് ഇന്നവൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ. ഇപ്പോൾ യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യാരോഗ്യവും ദീർഘായുസ്സും വന്നിരിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ ഏറ്റെടുക്കുന്ന കർത്താവെ, ഇത് എൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. യേശുവിൻ്റെ തിരുമുറിവിനാൽ, ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ച്, ഇനി ഇന്നലെ നമ്മൾ കേട്ടതുപോലെ തന്നെ കണ്ണാടിയൊക്കെ വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവച്ച്, ഒരു നഷ്ടവും ഇല്ലല്ലോ. എല്ലാ വർഷവും കാശ് മുടക്കി നമ്മൾ കണ്ണാടി മേടിക്കുന്നതിൽ എത്ര നല്ലതല്ലേ. ഒരു ചിലവുമില്ലാതെ യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവിൽ ആ കണ്ണ് കൈവച്ച് ദൈവത്തിന് നിങ്ങളുടെ കാഴ്ച വർദ്ധിപ്പിക്കുവാൻ കഴിയും. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒന്ന് ഉപയോഗിച്ച്, വിശ്വാസത്തെ ഉപയോഗിച്ച്, കേൾക്കുന്നതെല്ലാം കേട്ടിങ്ങനെ ഇരിക്കാതെ ഒന്ന് ഉപയോഗിച്ച് ആ കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളുടെ ശരീരത്തിന് മേൽ സംഭവിക്കുക. തേയ്മാനങ്ങൾ സൗഖ്യമാകുക, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരിക. രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. രോഗശക്തിയെ പുറത്താക്കുന്നു. അത്ഭുതത്തെ ഞങ്ങൾ ഉറപ്പിക്കുന്നു. പ്രാർത്ഥിച്ചെന്ന് സൗഖ്യത്തെ കൽപ്പിക്കുന്ന മുഴകൾ അപ്രതീക്ഷിതമാകട്ടെ. ക്യാൻസറോ ട്യൂമറോ എന്തു ആയിക്കോട്ടെ, യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് അത്ഭുതമാണ്. ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചു കൽപ്പിക്കുന്നപ്പോൾ അത്ഭുത സൗഖ്യത്തിന് നന്ദി, അത്ഭുത വിടുതലിന് നന്ദി, അങ്ങ് തൊട്ട് വിടുവിച്ചതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയുവാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. അതിനോടൊപ്പം തന്നെ ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിതകൾ മുന്നോട്ടുള്ള കർത്താവിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാ മേഖലയിലും ഒരു അനുഗ്രഹമാണ്. വേലയിൽ ഞാൻ ഇന്നലെ പറഞ്ഞത് എപ്പോഴും പറയുന്ന വാക്കാണ്, കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്നവൻ കൊയ്യും, ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഇത് പിരിവല്ല. അങ്ങനെ ചിന്തിക്കുന്നവരാരും കൊടുക്കരുതേ, വിതയ്ക്കരുതേ. ഇത് പിരിവല്ല, പിടിച്ചു വാങ്ങുമല്ല. ഇത് ഞാൻ കർത്താവിൻ്റെ സുവിശേഷം. ഇത് കണക്ക് ഒരു ബ്രദറിൻ്റെയിലും ഇല്ല, കണക്ക് ദൈവത്തിൻ്റെ കയ്യിലാണ്. ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. ദൈവത്തിൻ്റെ വയലിൽ വിതയ്ക്കുന്നു.
അത് കൊയ്യുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നപ്പോൾ ചെറുതോ വലുതോ എന്നുള്ളതല്ല, എന്ത് വിതച്ചാലും കർത്താവിൻ്റെ നാമത്തിലാണപ്പോൾ. ഇന്ന് കർത്താവ് മേൽത്തരമായത് തന്നെ 100 മേനി കൊയ്യട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് മുന്നോട്ട് പിന്നെയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറയാം. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റുകൾ പറയരുത്. കാര്യം നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത്ഭുതം നടന്നു കഴിഞ്ഞു. ആ വിശ്വാസത്തോടെ തന്നെ സ്റ്റെപ്പ് എടുത്ത് വെച്ചു. ദൈവപ്രവൃത്തി കാണും. ആരെങ്കിലും സാക്ഷ്യത്തിനായിട്ടുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഒരേ സാക്ഷ്യം ഒരേപോലെ മീൻസ് ആലോചന വന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞവർ എടുത്തു പറയണ്ട. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ശ്രദ്ധിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞാട്ടെ. ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ഫെബ്രുവരി മീറ്റിംഗില് സ്നാനപ്പെടാനുള്ള സൗകര്യം ഉണ്ടോ ബ്രദറെ? ഈ പ്രാവശ്യത്തേക്ക് സ്നാനത്തിനുള്ള സൗകര്യം ഇല്ല ബ്രദറെ. എന്ന് വെച്ചാൽ നമ്മളിത് ഒരു അറേഞ്ച്മെൻറ്റ്സ് അടുത്ത പ്രാവശ്യം മുതൽ അതിനുള്ള ക്രമീകരണങ്ങളുണ്ട് കേട്ടോ. കാര്യം ഞാനിവിടെ വരുന്നത് ഒരു ഷോർട്ട് ടൈമിലാണ് ഞാൻ വരുന്നത്. 8 കറക്റ്റ് നമ്മുടെ മീറ്റിംഗ് വെച്ച് കറക്റ്റ് ഒരാഴ്ച കഷ്ടി അവിടെ ഉള്ളൂ ഞാൻ. അതിനുശേഷം തിരിച്ചു വരും. പിന്നീടുള്ള വരവിൽ നമുക്കതിന് ക്രമീകരണങ്ങളുണ്ട് കേട്ടോ. അത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്? ഇല്ല ബ്രദറെ, ഉടനെ തന്നെ നമുക്കുള്ള ക്രമീകരണങ്ങൾ വരുന്നുണ്ട് കേട്ടോ. വലിയ അധികം താമസിയാതെ തന്നെ വീണ്ടും വരുന്നുണ്ട്. മക്കൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹം ഏറ്റെടുക്കുന്നു. ബ്രദർ, ഞാൻ ഇന്ന് ടീപ്പോയില് ഒരു നോട്ടീസ് കണ്ടെന്ന് പറഞ്ഞത് അത് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദർ. ഞങ്ങളുടെ 8 വർഷമായിട്ട് പണയങ്ങൾ വെക്കുവാണ്, വെക്കുന്നു, വീണ്ടും വീണ്ടും വെച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ കൂടെ കൊടുക്കാൻ നോക്കുമ്പോൾ വേറൊരു സൈഡിൽ കൂടെ അതിന്റെ ഇരട്ടിയായിട്ട് കടങ്ങൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ സിസ്റ്ററുടെ വീടാണ് ഇപ്പൊ പറഞ്ഞത് നോട്ടീസ് ഇരിക്കുന്നത് പറഞ്ഞത്. ഒരു നോട്ടീസ് വെച്ചിരുന്നത്. അതെ സിസ്റ്റർ, അത് ഏറ്റെടുത്തു കേട്ടോ. കർത്താവ് ഇന്നൊരു സാക്ഷ്യമാക്കി അതിനകത്ത് മാറ്റും. ഗോഡ് ബ്ലെസ് യു. ഒരു സാക്ഷ്യം പറയാനാണ്. പറഞ്ഞോ. ബ്രദറെ, എനിക്കൊരു 3 മാസം മുമ്പ് ബ്രസ്റ്റിന് ഒരു ലംബ് ഉണ്ടായിരുന്നു. അത് മാമോഗ്രഫി ചെയ്തപ്പോൾ അവർക്ക് ഒരു സംശയം തോന്നി. കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയും ശക്തമായി ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. വേദന ഉണ്ടായിരുന്നു, വേദന പൂർണ്ണമായി മാറി. ഇപ്പൊ അവിടെ അതില്ല. അത് വലിയ സാക്ഷ്യം. എന്താ സിസ്റ്റർ ഒന്നുകൂടെ സാക്ഷ്യം പറയാവോ? ക്ലിയർ ആക്കിയില്ല, എനിക്ക് ആദ്യത്തെ ഒന്ന് മിസ്സായി. ഇത് അതെ ഞാൻ സ്റ്റാഫ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് സൗദിയിൽ. അപ്പം 3 മാസം മുമ്പായിരുന്നു എനിക്ക് വേദനയും ഹാർഡ്നെസ് ആയിട്ട്. അങ്ങനെ എക്സാമിൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവിടെ ലംബാന്ന് പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ സംശയം തോന്നി. പിന്നെ മാമോഗ്രഫി ചെയ്തു. അപ്പൊ അതിൽ ടിഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അപ്പൊ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ബിനൈൻ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയിൽ വീണ്ടും വേദന എനിക്ക് ഒരാഴ്ച മുമ്പ് ഉണ്ടായി. പ്രാർത്ഥന ദിവസം വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന കുറേശ്ശെ കുറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം വേദനയില്ല. പിന്നെ കാണിച്ചപ്പോൾ അവിടെ ലംബ് ഇല്ലെന്ന് പറഞ്ഞു. ഇത് വലിയൊരു സാക്ഷ്യമാട്ടോ സിസ്റ്റർ പറഞ്ഞത്. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. ഇത് വലിയൊരു സാക്ഷ്യം. നിങ്ങൾ കേട്ട് നോക്കിയ സിസ്റ്റർ ഒന്നാമത് സ്റ്റാഫ് നേഴ്സാണ്. സിസ്റ്റർ അവിടെ ചെക്കപ്പ് ചെയ്തു, ടെസ്റ്റ് ചെയ്യാമെന്നെല്ലാം ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ കൺഫേം ആണ് രോഗം അവിടെ ഉണ്ടെന്ന്. എനിക്ക് ആ രോഗത്തെപ്പറ്റി ആഴമായിട്ട് അറിയത്തില്ലെങ്കിൽ സിസ്റ്റർ പറഞ്ഞത് വെച്ച് ഞാൻ പറയുവാണ്. അത് സിസ്റ്റർ എന്താണ് അവിടെ ഉള്ളത് വെച്ചാൽ ബുദ്ധിമുട്ട് ഒരു ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് സംശയം തോന്നി. അങ്ങനെ ഞാൻ ഫീൽ ചെയ്തു. അപ്പൊ ഡോക്ടർ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു ഉണ്ട് ലംബാണത്. ഇത് നമുക്ക് CA ആണോ ക്യാൻസറിന്റെ ആണോ ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്നോട് അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവർക്ക് വീണ്ടും സംശയം. അങ്ങനെ മാമോഗ്രഫിക്ക് ചെയ്യാൻ പറഞ്ഞു. അതൊരു വലിയ സ്കാൻ, അത് വെച്ചാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അത് ചെയ്തപ്പം അവർ പറഞ്ഞു നമുക്കിത് കൺഫേം ചെയ്യാൻ വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വേറെ ബ്രസ്റ്റ് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് ഓൺകോ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് കാണിക്കണമെന്ന് ഇവർ പറഞ്ഞു. പക്ഷെ ഇതിനു വേണ്ടി പിന്നെയും പ്രാർത്ഥിച്ചു. ഈ വേദന മാറി. വീണ്ടും ഈ വേദന കഴിഞ്ഞ ആഴ്ച സെയിം വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ പ്രാർത്ഥനയെ കൂടി ഇത് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഒരു വൈദ്യനും കർത്താവെ ഒരു സർജറി ചെയ്യാൻ ഇത് ലംബാണെങ്കിൽ അന്ന് പറഞ്ഞത് വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ എനിക്ക് വേദന മാറി. നെക്സ്റ്റ് ഡേ വേദന ഇല്ല. ഡോക്ടർ കണ്ടപ്പോ അവിടെ ലംബില്ല. സ്വോത്രം. അത് വലിയൊരു സാക്ഷ്യമായിട്ട് നിങ്ങൾ നിലച്ചു നോക്കിയേ. നോർമൽ. അതെ, നോർമൽ. അത് വലിയൊരു സാക്ഷ്യം. ഒരു ട്രീറ്റ്മെന്റും ചെയ്യാതെ തന്നെ അല്ലേ? ഒന്നും ചെയ്തില്ല. ഇത് വലിയൊരു സാക്ഷ്യമായിട്ടോ. അവര് വെയിറ്റ് ചെയ്തു. നമുക്ക് കൺഫേം ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ട്രീറ്റ്മെന്റ്. അതെ, ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. കാര്യം ഡോക്ടർമാർ കൺഫേം ചെയ്ത് ക്യാൻസറിന് വേണ്ട തടുപ്പാടുണ്ട്. അത് കൺഫേം ചെയ്ത് അവരതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നമ്മൾ വിശ്വസിക്കുന്നതിനെ നിങ്ങൾ കേൾക്കുന്നത് വിശ്വസിക്കണം. രോഗം ഉണ്ടെന്നല്ല വിശ്വസിക്കേണ്ടത്, ഞാൻ രോഗിയാണെന്നല്ല വിശ്വസിക്കേണ്ടത്. യേശുവിൻ്റെ തിരുമുറിവിനാൽ
യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് വിശ്വസിച്ചു. സഹോദരി, ഞാൻ ചോദിച്ചോട്ടെ, പള്ളിപ്രമാണിയുടെ മോള് മരിച്ചെന്ന് പറഞ്ഞിട്ടും ആ മകൻ വിശ്വസിക്കാൻ ധൈര്യം കാണിച്ചില്ല. ഇതാണ് കർത്താവിൻ്റെ ശക്തി. നിങ്ങളത് വിശ്വസിച്ചു. സിസ്റ്റർ പറഞ്ഞത് തന്നെ വേദന ഉണ്ടായിരുന്നു, ആ വേദനയെ മാറി, ആ ബുദ്ധിമുട്ടും മാറി, ആ ഒരു എല്ലാ കാര്യങ്ങളും മാറി. കർത്താവിൻ്റെ സൗഖ്യത്തിന് ഇന്ന് സാക്ഷി പറയാൻ കർത്താവ് ഇടയാക്കി. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഈ സാക്ഷി കേൾക്കുന്ന അനേരോട് ഞാൻ പറയുന്നു, ഇതേപോലെ നിങ്ങളും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയോ പേടിച്ചിരിക്കുവാണെങ്കിൽ ഇന്ന് കേട്ടെ, ഈ സഹോദരിയെ സൗഖ്യമാക്കിയ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അനേരോട് പറയണം സിസ്റ്റർ, ഈ സാക്ഷ്യം യേശു തൊട്ടത് പറയണം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരെയും സൗഖ്യമാക്കണം. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞില്ലേ, പിന്നെ ചെവി കാണിക്കുന്ന അതിനകത്ത് ചെറിയ കമ്മല് കാണിക്കുന്നത്. എന്റെ മകൾ ഇതുപോലെ ബുക്കിനകത്ത് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവളെപ്പറ്റി ഞങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു പാസ്റ്ററെ. അതുപോലെ തന്നെ കുറെ പണയ രസീത്, അതും ഞങ്ങളുടെ വീടുമായിട്ടുള്ള ബന്ധത്തിലാണ് അത് പറഞ്ഞത്, അതും ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു പാസ്റ്ററെ. ഇപ്പൊ പറഞ്ഞ ഈ കാത് അടയാളം പറഞ്ഞ സിസ്റ്ററുടെ മോളുടെ ആണോ ഇപ്പൊ രണ്ട് ഇതുപോലെ പറഞ്ഞേക്കുന്നത്? അവള് ബുക്കിനകത്തും ഡയറിക്കകത്തും ഒക്കെ ഇങ്ങനെ എഴുതി ഓരോന്നിങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. ആമേൻ. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോസ്റ്ററെ കർത്താവ് അത് ഇടപെട്ടതാണ്. ധൈര്യമായിട്ടിരിക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ വേണ്ടി പോവാ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു. അതെ, ഞാന് ഈ സൂമിനകത്ത് കയറിയപ്പോ ഒരു സഹോദരി പറഞ്ഞ സഹോദരിയുടെ ഹസ്ബൻഡ് വീട്ടിലും എപ്പോഴും പ്രശ്നക്കാരനാണ്. അപ്പൊ ആ സഹോദരി ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ ജീവിത പങ്കാളി, അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളിയെ തന്നതിനായി സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ പ്രശ്നം മാറിയെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ കേട്ടിട്ട് ഞാനും പ്രാർത്ഥിച്ചു, ബ്രദറെ, അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളിയെ തന്നതിനായി സ്തോത്രം. എന്നിട്ട് ഞാനൊരു വാക്യം എടുത്ത് പറഞ്ഞു, എന്റെ യേശു അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനപ്രഭുവാകുന്നു. അങ്ങയുടെ സമാധാനം എന്റെ ഭവനത്തിലേക്ക് മഞ്ഞ് പോലെ മഴ പോലെ മാരി പോലെ പെയ്തിറക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു മാസമായിട്ട് ഇവിടെ ഒരു കുഴപ്പമില്ല. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യത്തിനാണ് സിസ്റ്റർ പറഞ്ഞേക്കുന്നത്. മറ്റൊരാളുടെ സാക്ഷ്യം കേട്ടു, ആ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവ് പ്രവർത്തിച്ചത് കേട്ടു. അതുവരെ ഞാനിപ്പോൾ സിസ്റ്റർ പറഞ്ഞതിൻ്റെ അകത്ത് വലിയൊരു മർമ്മമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അതുവരെ സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്ന കുടുംബത്തിൽ പ്രശ്നമാണ്, ഹസ്ബൻഡ് അങ്ങനെയാണ്, ബുദ്ധിമുട്ടാണ്, നമ്മുടെ സാഹചര്യം അതാണ്, കുടുംബത്തിലെ പ്രശ്നം പറഞ്ഞ പോലെ ഭയങ്കര വിഷയങ്ങളാണ്. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒന്നും മാറുന്നില്ല. കാരണം എന്തെന്നറിയാവോ? അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ അകത്ത് അവിശ്വാസം വർദ്ധിച്ചു. അവിശ്വാസത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അവിശ്വാസത്താൽ അത്ഭുതം ഉണ്ടാകത്തില്ല. അത് നിർത്തിയിട്ട് പറയാൻ തുടങ്ങി, എൻ്റെ കുടുംബം അനുഗ്രഹമാണ്, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭർത്താവ് അനുഗ്രഹമാണ്. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പം അവിശ്വാസം സ്റ്റോപ്പായിട്ട് വിശ്വാസം വർദ്ധിച്ചു. കാര്യം നിങ്ങൾ എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് വിശ്വാസം വർദ്ധിച്ചു. മറ്റേത് സ്റ്റോപ്പ് ചെയ്തപ്പം എന്താ വർദ്ധിക്കാൻ തുടങ്ങിയത്? വിശ്വാസം വർദ്ധിച്ചപ്പോൾ വിശ്വാസത്തിലൂടെ അത്ഭുതം നടന്നു. അതാണ് ഇപ്പം സാക്ഷ്യമായത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഒരു സാക്ഷി, ആ സഹോദരി സാക്ഷ്യം പറഞ്ഞതുകൊണ്ടാണ് ഈ സഹോദരിക്ക് വിശ്വസിക്കാൻ പറ്റിയത്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് രണ്ടുപേർക്കും ആ പ്രവൃത്തി കാണാൻ പറ്റിയത്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു കാര്യോട് എനിക്ക് പറയാനുണ്ട്. എന്റെ മോള് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയത്. അപ്പൊ അവളുടെ കൊച്ചിന് വചനം പറഞ്ഞു കൊടുത്ത് സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പോ പപ്പ ഈ കൊച്ചിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കുക. അപ്പൊ എനിക്ക് അതിന് പ്രാർത്ഥിക്കാൻ ഒരു വചനം പറഞ്ഞു തരണം എനിക്ക്. സിസ്റ്റർ, നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഈ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്. എപ്പോഴും നമ്മളൊരു വ്യക്തി സ്നാനം എന്നുള്ളത് കൽപ്പനയാണ് കർത്താവിൻ്റെത്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് കർത്താവിൽ വളരുവാൻ ആഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ ഹിതമല്ലാത്തതെല്ലാം മാറിപ്പോട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട, ബാക്കിയെല്ലാം കർത്താവ് ചെയ്യും. ദൈവമാണ് നമുക്കിത് തന്നത്, കർത്താവ് ഇതെല്ലാം ഉറപ്പിക്കാൻ ഇടയായിത്തീരും കേട്ടോ. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവെ, ദൈവഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്ന് കേട്ടോ. അത് കർത്താവ് അതിലേക്ക് നടത്തും. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നന്മയായിട്ട് എല്ലാവർക്കും, എല്ലാ തലമുറയ്ക്കും മന്നിടും പറഞ്ഞു. അത് ഞാൻ ഏറ്റെടുത്തു. കർത്താവ് സഹായിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഒരു സാക്ഷി ഞാൻ പറയുന്നു. പറഞ്ഞു. 15 വർഷമായിട്ട് എന്റെ ശരീരത്തില് ബ്രദറെ ഭയങ്കര അലർജി ആയിരുന്നു. കൈവെള്ളയിൽ എനിക്ക് ഒന്നും ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റില്ല. എപ്പോഴും ഗ്ലൗസ് ഉപയോഗിക്കണം. ഭക്ഷണമാണെങ്കിലും എല്ലാ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. ചിലവ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ആണെങ്കിലും മസാല ഐറ്റം ചേർക്കാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാം കൊണ്ട് ഞാൻ അസ്വസ്ഥമായിരുന്നു. ഈ സൂം മീറ്റിംഗിൽ ഞാനൊരു ഏകദേശം ഒരു 6 മാസം കൊണ്ട്
അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ തൊട്ട് ഞാൻ വചനം മുമ്പും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും ബ്രദറിന്റെ ഈ ഇത് പ്രസംഗം കേൾക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് കൂടുതൽ വിശ്വാസം വന്നു. പാമ്പുകളുടെയും തേളുകളുടെയും സകല ശത്രുവിന്റെയും എന്നുള്ള ആ വാക്യം ഞാൻ തറവായിട്ട് അങ്ങ് എപ്പോഴും ഇടതടവില്ല. അത് ഏത് ഫുഡ് കഴിക്കാനിരുന്നാലും അത് പറഞ്ഞിട്ടേ ഇറക്കത്തുള്ളൂ. ഏത് ജോലിക്ക് കയറിയാലും അത് പറയും. അതുപോലെ തന്നെ ഗ്ലൗസ് ഇടാണ്ട് എനിക്ക് ഒരിക്കലും ഡിറ്റർജന്റ് സോപ്പോ ബാർ സോപ്പോ തൊടാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഏകദേശം 1 മാസക്കാലമായി യാതൊരു പ്രശ്നവുമില്ലാതെ കൈകൊണ്ട് ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ കൈയുടെ വെള്ളം കൊണ്ടാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നെന്നുള്ളത്. എങ്കിലും ഈ വചനം ഇപ്പോഴും തുടർച്ചയായിട്ട് പറയും. കാരണം ചില സമയത്ത് വെയിലത്തൊക്കെ ഇറങ്ങിയിട്ട് വരുമ്പോൾ ശരീരത്തിന്റെ ബോഡിയിൽ ഇടയ്ക്ക് ഇച്ചിങ് വരും. അപ്പോൾ ശക്തമായിട്ട് വചനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതം. എന്റെ കൈ ഇത്രയും ആരോഗ്യം വെച്ചത് ഈ വചനം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട്. അതായത് 15 വർഷമായിട്ട് സിസ്റ്റർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ? കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? എത്ര 15 വർഷം എന്നല്ലേ സിസ്റ്റർ പറഞ്ഞത്? 15 വർഷത്തോളമായി. 15 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ് ഈ വചനം. ആലോചിച്ച് നോക്കി, ഒരു ട്രീറ്റ്മെന്റും ചെയ്യാതെ തന്നെ കർത്താവിന്റെ വചനം എങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കണം എന്നുള്ളത് കേട്ടു, അതേപോലെ പറഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുത സൗഖ്യമാണ് സിസ്റ്റർ കിട്ടിയത്. സിസ്റ്റർക്ക് നാട്ടിലെവിടെയാ, കേരളത്തിൽ എവിടെയാ സിസ്റ്റർ? ബ്രദറെ ഞാൻ ഇവിടെ പുതുപ്പള്ളി 5 പരിയാരം എന്ന് പറയും ബ്രദറെ. അപ്പൊ കോട്ടയത്ത് ട്രീറ്റ്മെന്റ് എടുത്ത് ഞാൻ മടുത്ത വ്യക്തിയാ. കാരണം സ്റ്റാഫ് നേഴ്സ് ആണ്. ജോലി പോലും എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയി, ഇപ്പൊ വീട്ടിലാണ്. അപ്പൊ വീട്ടിൽ വന്നിട്ട് ഈ അസുഖം മാറിയത് ഇപ്പൊ ഒരു 1 മന്തേ ആയുള്ളൂ. എന്നോട് വിളിക്കുന്ന റിലേറ്റീവ്സ് എല്ലാം ചോദിക്കും. കാരണം എപ്പോഴും ഞാൻ സെർവന്റിനെ വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. കൈകൊണ്ട് ജോലി ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ സെർവന്റ് ഇല്ലല്ലോ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ തന്നെ എനിക്ക് ധൈര്യം പോരാ പറയാൻ ഞാൻ സുഖപ്പെട്ടു എന്നുള്ളത്. കാരണം ഈ കൈ ആണോ എന്റെ കൈ എന്ന് ഞാൻ ചിന്തിച്ചു പോവുക. അത്രമാത്രം എനിക്ക് അത്ഭുതമായിട്ട് ഇത് സിസ്റ്റർ പറഞ്ഞ ഒത്തിരി കാര്യമുണ്ട്. ഒന്നാമത് സ്റ്റാഫ് നേഴ്സുമാണല്ലോ, അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ മെഡിക്കൽ ഫീൽഡിനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. 15 വർഷമായിട്ടുണ്ടായിരുന്ന രോഗമാണ്. സിസ്റ്ററെ കോട്ടയം പുതുപ്പള്ളിയാണോ സ്ഥലം? അതെ ബ്രദറെ. അപ്പൊ കോട്ടയത്ത് വന്ന് സാക്ഷ്യം പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പുതിയ ക്യാമറ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പുതിയ സാക്ഷ്യത്തിന് വേണ്ടി തന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഒരു സാക്ഷ്യം കാര്യം ഞാൻ ഈ പ്രാവശ്യം ഓർത്ത് സാക്ഷ്യം അധികം പറയണം. എനിക്ക് പിന്നെ മനസ്സിലായി, ഈ സാക്ഷ്യം കേട്ടുമ്പോൾ ഒത്തിരി രോഗികൾ ഈ ദിവസങ്ങളിൽ സാക്ഷ്യമാകുന്ന സാക്ഷ്യങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ സാക്ഷ്യം കേൾക്കണം, യേശു അത്ഭുതം ചെയ്യുന്നത് കേൾക്കണം. അതിനുവേണ്ടി തന്നെയുണ്ട്. അപ്പോൾ സാക്ഷ്യമുള്ളവരെല്ലാവരും വന്ന് പറയണം. നിങ്ങളത് കേൾക്കുമ്പോൾ അനേകർക്ക് വിശ്വാസം വർദ്ധിക്കാൻ ഇടയായിത്തീരും. പുതിയ ആളുകളിലേക്കും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്. ഇപ്പോഴും ഞാനൊരു ക്യാൻസർ വാർഡിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെയുള്ള ആളുകളോട് നമ്മളൊന്ന് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് നിൽക്കറിയാം. അവരുടെ മാനസികാവസ്ഥ എല്ലാ പ്രതീക്ഷ അറ്റുപോയവരാ. നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. കാര്യം ഞാൻ പലപ്പോഴും അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ മാനസികാവസ്ഥ, ഇനി അവരുടെ പ്രതീക്ഷയില്ല. രോഗത്തിൻ്റെ അന്തരീക്ഷം, കുടുംബത്തിൽ ഇനി ആരെയും കാണാൻ കഴിയത്തില്ല, മരണത്തിൻ്റെ അവസാന നാളുകൾ. ഇങ്ങനെയുള്ളവരെ വിടിവിക്കാൻ യേശു ഉള്ളവനെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ കേൾക്കുന്ന സാക്ഷ്യം മറ്റൊരാൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ, ആ വ്യക്തിയിൽ എത്തിപ്പെടുമ്പോൾ ആ വ്യക്തി വിശ്വസിക്കുക, എൻ്റെ യേശുവെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പറയുമ്പോൾ ആ വ്യക്തിയുടെ വിടുതലിന് നിങ്ങളൊരു സാക്ഷ്യം. ഞാൻ ഒരാളുടെ മാത്രമല്ല എല്ലാവരോടും പറയുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഒരു നിർബന്ധവുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ചെയ്തുവെന്ന് നിങ്ങൾക്ക്, ഞാൻ യേശുവിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ബോധ്യമുള്ളവർക്കെല്ലാം എല്ലാവരും പറയുകയാണ്. കോട്ടയത്തും എറണാകുളത്തും കൊല്ലത്തും എല്ലായിടത്തും സാക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമയങ്ങൾ, അതിനുവേണ്ടി തന്നെ പ്രത്യേക സമയങ്ങളുണ്ട്. ധൈര്യത്തോടെ പറഞ്ഞോണം, കർത്താവ് എന്നെ തൊട്ടു, യേശു എനിക്ക് വേണ്ടി ചെയ്തു, നിങ്ങളെയും യേശു സൗഖ്യമാക്കുമെന്ന് കൂടെ പറയണം. എന്നെ സൗഖ്യമാക്കി യേശു നിങ്ങളെയും സൗഖ്യമാക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. നമുക്ക് നേരിട്ട് കോട്ടയത്ത് കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ട് ബ്രദറെ, 2 സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു ബ്രദറെ. ഞാൻ കോട്ടയം കിടങ്ങൂർ ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നേ, പാർട്ട് ടൈം സ്വീപ്പറായിട്ട്. അപ്പൊ ഇന്നലെ എന്നോട് അവിടെ ചെന്നപ്പം പറഞ്ഞ്, ചേച്ചി അക്കൗണ്ട് പിടിക്കണമെന്ന് പറഞ്ഞ് 18 ഒരാൾ പിടിക്കണം. അപ്പൊ ചേച്ചി ആ കൂടെ പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ വന്ന് എല്ലാവരോടും ചോദിച്ചിട്ട് എല്ലാവർക്കും 2-3 ബ്രാഞ്ചുകളിൽ ഉള്ളവരാണെല്ലാം. അപ്പൊ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഞാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞ 5 എണ്ണം മസ്റ്റായിട്ട് ഇന്ന് പിടിക്കണില്ല ചേച്ചി, ഇവിടുന്ന് വിടത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് 12 ആകുമ്പോൾ പോരാ, 9:30 ആകുമ്പോൾ ചെന്ന 12 ആകുമ്പോൾ പോരാ. എന്നിട്ട് അങ്ങനെ പറഞ്ഞു, എന്നെ കറക്റ്റായിട്ടൊന്നും പിടിച്ചില്ലെങ്കിൽ ചേച്ചി വിടത്തില്ല, ഇവിടെ തന്നെ നിർത്തും, പോകാൻ പറ്റത്തില്ലെന്നെല്ലാം പറഞ്ഞിട്ട് നേരെ ദേഷ്യപ്പെട്ടു. ഒന്നത്തേക്കിന് ഞാൻ അവിടെ നിന്ന് മനസ്സുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് 5 അക്കൗണ്ട് ദൈവമേ എവിടുന്നേലും
അതിനുള്ള വഴി തുറന്നു തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന് ബ്രദറെ. എന്നിട്ട് അന്നേരത്തേക്കിന് അവിടെ ഒരു പുതിയതായിട്ട് ഒരു അപ്രൈസർ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ ചേട്ടനോട് പറഞ്ഞപ്പം പറഞ്ഞു, ചേച്ചിക്ക് വേണ്ടി ഞാൻ എൻ്റെ വൈഫിന്റെ ഇത് കൂടാം എന്ന് പറഞ്ഞു. പിന്നെ അടുത്തൊരു ലാബുണ്ട്, ലാബിൽ ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് 4 പേര് കൂടാന്ന് പറഞ്ഞ്. പിന്നെ ഇങ്ങനെ ഒരു പച്ചക്കറിക്കറി ഉണ്ട്, അവിടെ നിന്നുള്ളൊരു ഹിന്ദിക്കാരൻ പയ്യനുണ്ടായിരുന്നു, അതും കൂടി. എനിക്ക് അങ്ങനെ ഞാൻ പോരുന്നതിന് മുമ്പ് എനിക്ക് ആ 5 അക്കൗണ്ട് ഓപ്പണായി. ദൈവം എന്നെ സഹായിച്ച എൻ്റെ വലിയൊരു പ്രയാസത്തിൽ നിന്നാണ് എന്നെ ദൈവം വിടുവിച്ചത്. അല്ല എന്നെ ഇന്ന് അവിടുന്ന് വിടത്തില്ലായിരുന്നു. അതുപോലെ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ തിണ്ണയിൽ, നമ്മുടെ വീടിന്റെ തിണ്ണയിൽ ഇങ്ങനെ വെള്ളം കിടപ്പുണ്ട്, ഞാൻ കണ്ടില്ല. ഞാൻ ഇങ്ങോട്ട് ചെന്ന് ചവിട്ടിയപ്പോ ഞാൻ പെട്ടെന്ന് എൻ്റെ ഇരിക്കക്കുത്ത വീട്, എൻ്റെ ഇടത്തുകാല് പുറകോട്ടും മടിഞ്ഞ് വലതുകാല് ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് മുട്ടും. എൻ്റെ ഈ വലത്ത് മുട്ടിന് ഇങ്ങനെ തേയ്മാനമൊക്കെ ഉള്ളതാണ്. ആ വലത്ത് മുട്ടി എന്ന് ഇടിച്ച്, ശക്തമായിട്ട് ഇടിച്ച് എൻ്റെ പുല്ലൂരി എന്ന് ഇങ്ങനെ തിണ്ണയുടെ സൈഡിൽ ഇടിച്ച് 2 സ്ഥലം, ഒരു സ്ഥലം ഉടച്ചു, ഒരു സ്ഥലം ഇങ്ങനെ പൊട്ടി കുറച്ച് തൊലിയെല്ലാം പോയി. കാലിന്റെ പത്തി ഇങ്ങനെ മടങ്ങിയിരുന്നു. എന്നിട്ട് എനിക്ക് കുറച്ചു നേരത്തേക്ക് എഴുന്നേക്കില്ല. ആ വീഴ്ചയും ഞാൻ എൻ്റെ യേശുവേന്ന് വിളിച്ച് കുറെ നേരം ഞാൻ ഇങ്ങനെ മരച്ച പോലെ അവിടെ ഇരുന്ന്. എങ്കിലും ഞാൻ ഓർത്ത് എൻ്റെ നടുവും പോയി, എൻ്റെ കാലും ഒടിഞ്ഞു, എൻ്റെ കാലിന്റെ പത്തിയെല്ലാം വട്ട ഒടിഞ്ഞെന്നാണ് ഞാൻ ഓർത്ത്. പക്ഷെ ദൈവം ഒരു കുഴപ്പവും കൂടാതെ ഇച്ചിരി ആ പോറലും തടിപ്പും ഉണ്ടായിരുന്നുള്ളൂ, തൊലി പോലും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇരുന്ന് കർത്താവിന്റെ യേശുവിന്റെ തിരുമുറ എനിക്ക് പൂർണ്ണമായി വിടുതൽ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കുറെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ്. പിന്നെ ഇച്ചിരി നീര് വെച്ചായിരുന്നു, അല്ലാതെ ഒരു പൊട്ടലോ ഒടിവോ നടുവിനും ഇല്ല, കാലിനും ഇല്ല, ഒന്നുമില്ലാതെ കർത്താവ് കാത്ത് ദൈവം എന്നെ അവിടുന്ന് പൂർണ്ണമായി വിടുവിച്ചു. അനർത്ഥം വെച്ചിന് കാരണമായി തീരാതെ വണ്ണം ദൈവം എന്നെ പാലിച്ച്. കാലിന് നീരുണ്ടായിരുന്നുള്ളൂ, കുറച്ച് ദിവസത്തേക്ക് നീരുണ്ടായിരുന്നു. ഇപ്പം കാല് തൂക്കിയിടുമ്പോഴൊക്കെ ഇച്ചിരി നീര് കയറും, അല്ലാതെ വേദനയോ മറ്റു കുഴപ്പമൊന്നുമില്ല. അതുപോലെ ബ്രദർ പറഞ്ഞ വള്ളം വീട്ടിലിരിക്കുന്നെന്ന്, നമ്മുടെ കയറി വരുന്ന ഹാളിലായിട്ട് മുകളിൽ ഒരു ഷെൽഫില് ഒരു കുഞ്ഞു വള്ളം വീട് ഞങ്ങൾ കയറി താമസിച്ചപ്പം കിട്ടിയതാണ്. ഏതും മൂന്നും ദൈവം ഇന്നത്തെ ദിവസം എൻ്റെ ദൈവം എന്നെ പരിപാലിച്ച്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യല്ല, എനിക്ക് ആരുടെ മുൻപിൽ കർത്താവ് തല കുനിക്കുക, കർത്താവ് ഇടവരരുത്, എൻ്റെ കണ്ണ് നിറയാൻ ഇടവരരുത്, ഇല്ലെങ്കിൽ എന്നെ അവർ വിടത്തില്ല എനിക്ക്. പക്ഷെ തക്ക സമയത്ത് എൻ്റെ കർത്താവ് എനിക്ക് അക്കൗണ്ട് ഇങ്ങോട്ട് പറഞ്ഞു, എല്ലാം തന്ന്. ചേച്ചി ആയതുകൊണ്ട് ഞങ്ങൾ കൂടാന്നും പറഞ്ഞ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് കർത്താവിന്റെ ഒരു കരം പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ദൈവത്തിന് കോടാനുകൂടി നന്ദി പറയുന്നത്. ഈ 2 അപകടങ്ങളിലും എല്ലാം എന്നെ വിടുവിച്ച് കർത്താവ്. തീർച്ചയായിട്ടും മിസ്റ്ററെ, പ്രിയസ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമുക്ക് മുമ്പിൽ നമ്മുടെ ജോലി മേഖലയിലായിക്കോട്ടെ നമ്മളത് ഉപയോഗിച്ച് പറഞ്ഞ പോലെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒറ്റ നിമിഷം കൊണ്ട് ഇതൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. സിസ്റ്റർ പറഞ്ഞ ജോലിയിലായിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ വിശ്വാസത്തെ ഉപയോഗിച്ചാൽ, ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് പറഞ്ഞ പോലെ തന്നെ കാല് വീഴ്ചയിൽ അതുപോലെ സംഭവിക്കേണ്ട. പക്ഷേ കർത്താവിൻ്റെ തിരുമുറിവിനാൽ വർദ്ധിച്ച ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ തന്നെ ആ സൗഖ്യം കർത്താവ് കൊടുക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ മുമ്പിൽ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ അവിടെയൊക്കെയും കർത്താവിനാൽ സാക്ഷി ആകും നിങ്ങൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് നാളെ ബാക്കി സാക്ഷ്യങ്ങൾ പറയാനുള്ളവർ നിങ്ങൾ പോകരുത്. നാളെ ബാക്കി സാക്ഷ്യങ്ങൾ മുഴുവൻ നമ്മൾ കേൾക്കാൻ സമയമുണ്ട്. അപ്പം ബാക്കി സാക്ഷ്യം നമുക്ക് നാളെ കേൾക്കാം. ഇന്ന് ഞാൻ തൽക്കാലത്തേക്ക് പ്രാർത്ഥന ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾ പറഞ്ഞ ഒരു സാക്ഷ്യം പോലും നിങ്ങൾ പറയാതെ പോകരുതേ. ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതേ എന്നൊരു വാക്യമുണ്ട്. അതുകൊണ്ട് ഒരു ഉപകാരങ്ങളും മറക്കരുത്, നന്ദിയുള്ളവരാകണമെന്ന് കർത്താവ് പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ. അപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവസന്നിധിയിൽ നന്ദി കാണിക്കുകയും ചെയ്യുന്നതാണ് സാക്ഷ്യങ്ങളൊക്കെയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലഭിച്ചുവെന്ന് വിശ്വസിപ്പിൻ, എന്നാൽ ദൈവം നിങ്ങൾക്കത് തരുമെന്ന വചനത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് എവിടെയാണോ നിങ്ങളായിരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ലഭിച്ചുവെന്ന് വിശ്വസിപ്പിൻ, എന്നാൽ ഉണ്ടാകും എന്ന വചനത്താൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ മുമ്പിൽ കർത്താവ് ഒരു തുറക്കും.